Praise you, Jesus. Hallelujah, Lord. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആഗ്രഹത്തോടെ പാടിയാട്ടെ. നിന്റെ രൂപം, നിന്റെ രൂപവും ഭാവവും യേശു ക്രിസ്തുവെന്ന തലയോളം വളരേണ്ടത് നമ്മളെ വിളിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രൂപത്തെ പോലെ എനിക്ക് റിഫ്ലക്റ്റ് ആകുവാൻ, എന്നിലുള്ള കുറവുകളെ തുടച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കവിഞ്ഞിടട്ടെ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഇഷ്ടങ്ങൾ
ഏഴുവിളക്കിൻ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ അവിടുന്ന് ആദ്യനും അന്ത്യനുമാകും. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ രൂപവും നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ 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 അപ്പാ, ഞങ്ങളുടെ ആഗ്രഹം കർത്താവെ അങ്ങേപ്പോലെ ആയി തീരുവാനാണ് യേശുവേ. അങ്ങയുടെ രൂപം പോലെ കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ആകുവാനാണ് കർത്താവെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം. അപ്പ ഞങ്ങൾ ആരെ ആരാധിക്കുന്നുവോ അതുപോലെ ഞങ്ങളായിത്തീരും കർത്താവെ. കർത്താവെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങൾ 86:8 കർത്താവെ, ദേവന്മാരിൽ നിനക്ക് തുല്യമായിട്ട് ആരുമില്ല, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായി ഒരു പ്രവൃത്തിയുമില്ല. കർത്താവെ, ഞങ്ങൾ അറിയുന്നു കർത്താവെ, കർത്താവെ അങ്ങയുടെ പ്രവൃത്തിക്ക് തുല്യം ചൊല്ലുവാൻ ഈ ലോകത്ത് ഇതുവരെയായിട്ടും ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല കർത്താവെ. അങ്ങയുടെ പദ്ധതി കർത്താവെ എത്ര വലുതാകുന്നു കർത്താവെ. അങ്ങയുടെ കർത്താവെ ചിന്തകൾ കർത്താവെ എത്ര ഉന്നതങ്ങളാകുന്നു കർത്താവെ യേശുവേ. അതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതിനെയോർത്ത് ഞങ്ങൾ ഇന്ന് അങ്ങേ സ്തുതിക്കുന്നു യേശുവേ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ
കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ നിൻ ജനത്തെ പോഷിപ്പിച്ചു, ദൂതന്മാരിൻ ഭോജനത്തിനാ നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെപ്പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചിന അങ്ങെപ്പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചിന. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ, അങ്ങെപ്പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ, ഹല്ലേലൂയ, ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല, എന്റെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും
പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാൻ. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാൻ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും തുല്യനായ. പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ, സ്വർഗത്തിലും കർത്താവേ ഭൂമിയിലും അങ്ങേക്ക് തുല്യൻ പറയുവാൻ ആരുമില്ലല്ലോ. എല്ലാ നാമത്തിനും മേലായ നാമമേ അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഭക്തജനം വാഴ്ത്തുന്ന നാമമേ അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. മുഴങ്കാൽ അങ്ങയുടെ നാമത്തിൽ മടങ്ങും. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ഹല്ലേലൂയ. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുകൾ നൽകും നാമം. ഹല്ലേലൂയ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുകൾ നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേഴിക്കുംബനാമം.
ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവന പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവന പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി കാഴ്ച തന്ന ഉന്നതന്റെ വന്ധ്യനാമം അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി കാഴ്ച തന്ന ഉന്നതന്റെ വന്ധ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേഴിക്കുംബനാമം നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു തുടങ്ങിയത് നിത്യത മുതൽ നിത്യത വരെ എന്നൊരു ക്ലാസ് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം. ദൈവം ഈ ഭൂമിക്കകത്ത്, സമയം എന്ന് പറയുന്ന ഈ ഭൂമിക്കകത്ത് ദൈവം തന്നെ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്തിനകത്ത് നമ്മൾ കണ്ടതാ നിത്യതയെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് ദൈവം തന്നെ സമയപരിധിക്കുള്ളിൽ 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് തൻ്റെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംഘത്തിന് 90 സംഘത്തെ നമ്മൾ കണ്ടായിരുന്നു. അതുമാത്രമല്ല, ആദിയോട് അന്തം ചെയ്യുന്ന പ്രവൃത്തികളെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയുകയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ദൈവം ഏത് മനുഷ്യൻ്റെ മുഖത്ത് ദൈവം എന്ത് വെച്ചിട്ടുണ്ട്? നിത്യത, എറ്റേണിറ്റി അല്ലേ? നിത്യത ഏത് മനുഷ്യൻ്റെയും അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അവൻ സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ആണ് ഒരു കണ്ടീഷൻ പറയുക, എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവം എല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുക. എല്ലാം പൂർത്തീകരിച്ചിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ പൂർവകാല നിത്യതയും ഭാവി നിത്യതയും. ഈ വരാൻ പോകുന്ന ഭാവി നിത്യത, അനന്തമായ നിത്യതയിൽ വരാൻ പോകുന്ന അവിടം വരെയുള്ള കാര്യങ്ങൾ ദൈവം ഇപ്പോഴല്ല തീർത്തു വെച്ചിരിക്കുന്നത്. ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിയ സ്വപ്നം ഈ ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന മുമ്പ് തന്നെ, അല്ലെങ്കിൽ അനാദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന മുമ്പ് തന്നെ ദൈവം തൻ്റെ സകല പ്രൊജക്റ്റും അവസാനിപ്പിച്ച് വെച്ചിരിക്കുക. ആ ബൈബിളിൽ ഓരോ ദിവസത്തെ ഇന്ന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഈ ബൈബിളിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം പൂർത്തിയാക്കിയിട്ട് ശേഷമാണ് ദൈവം തൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചത്. പണ്ട് പഠിച്ചത് ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഒരു സിനിമ പിടിക്കുന്നത് പോലെ അല്ലേ? തിരക്കഥയൊക്കെ എഴുതി അവസാനം എന്തായിരിക്കുമെന്ന് എല്ലാം എഴുതി പൂർത്തിയായി കുത്തിട്ട ശേഷമാണ് അതിൻ്റെ പ്രവൃത്തി അല്ലേ, അതിൻ്റെ ലൊക്കേഷൻ എന്താ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്.
ഹല്ലേലൂയ. ഈ ഷൂട്ടിംഗ് അവസാനിച്ച് ശുഭം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ ഈ തിരക്കഥയിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. അതുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് അല്ലെ പ്രവൃത്തികളെ മനുഷ്യൻ്റെ പ്രവൃത്തികളുമായി ഒരിക്കൽ പോലും നമുക്ക് കൂട്ടി അടുക്കൽ പോലും ചെയ്യാൻ കഴിയത്തില്ല. എങ്കിലും നമ്മുടെ പരിമിതി വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതുപോലെ ദൈവം ഈ മനുഷ്യനില്ല, ഭൂമിയില്ല, കോടിക്കണക്കിന് നക്ഷത്രങ്ങളില്ല, സൂര്യനും ചന്ദ്രനുമില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടി അന്നേ ദൈവം സകല പ്രവൃത്തികളും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ യേശു മരിക്കണമെന്നുള്ളത് പോലും ലോകമുണ്ടാകുന്നതിന് മുമ്പേ അല്ലേ അനാദിയിൽ വെച്ച് തന്നെ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കാണുകയാണ്. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഫിനിഷ്ഡ് വർക്കാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസം നടക്കുന്നതും, ഇപ്പോൾ കൊറോണ വന്നതും മഹാമാരികൾ വന്നുകൊണ്ടിരിക്കുന്നതും വന്നു കഴിഞ്ഞതും എല്ലാം നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അതിലുള്ളത് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നു. അത്ര അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതത് സമയത്ത് ഭംഗിയായി ചെയ്തു. അതുകൊണ്ട് നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുകയാണ്, നിത്യത വെച്ചിരിക്കുക. എന്നിട്ട് പറയുക, എങ്കിലും ആദിയോടന്തം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് ഗ്രഹിപ്പാൻ മനുഷ്യർ കഴിയുന്നില്ല. കാരണം മനുഷ്യന് ഹൃദയം മുഴുവനും ലോകമോഹങ്ങൾ കയറി ജഡയിച്ചകളാലും ഈ ലോകത്തിലെ പ്രഭുവായ പിശാചിൻ്റെ വഞ്ചനയാലും ചതിക്കപ്പെട്ട് കിടക്കുകയാണ്. ജാതികൾക്ക് മനസ്സിലാകാത്തത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ വിശ്വാസകുളത്തിൽ പോലും രക്ഷിക്കപ്പെട്ടവർക്ക് പോലും ഈ സത്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പിന്നീട് എപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ രക്ഷിക്കപ്പെടാനിരിക്കുന്നവർക്ക് വേണ്ടി സുവിശേഷം എഴുതും. പക്ഷെ ലേഖനം എഴുതുമ്പോൾ അങ്ങനെയല്ല. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതിന് ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി. വെട്ടവരുടെ 7 അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക അതെല്ലാം. ഓക്കെ, ഞാൻ പിന്നെ മുന്നിൽ കടന്നു പോകാം. കഴിഞ്ഞ ആഴ്ച കണ്ടത് സഭാപ്രസംഗി 12:5 അല്ലേ, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കാലഘട്ടത്തെക്കുറിച്ചും കൈറോസ് എന്നും ക്രോണോസ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ നിത്യതയെക്കുറിച്ച് പറയുന്ന വാക്കുകളെയും സമയത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ആദിയിലാണ് ദൈവം ഭൂമിയെ അല്ലേ പ്രവൃത്തി ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ഈ ഭൂമിയുടെ പ്രവൃത്തി ആരംഭിച്ചു. അന്തം അല്ലെ, ആദിയോട് അന്തം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഭൂമിയുടെ അവസാനം. അപ്പോൾ ആദിക്ക് മുമ്പൊരു സമയമുണ്ട്. എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അനാദിയിൽ ദൈവം തന്നെ പ്രവൃത്തി ആരംഭിച്ചതാ. ആദിയിൽ ഈ മനുഷ്യനെ കുറിച്ചുള്ള പ്രൊജക്റ്റ് ആരംഭിച്ചു. എങ്കിൽ പോലും അതിനു മുമ്പേ ദൈവം ആരംഭിച്ചു. അതിനെക്കുറിച്ച് പഠിക്കാം നമുക്ക്. 2 വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ എല്ലാം സമാപിച്ചു കഴിഞ്ഞ ശേഷം 22-ാം അധ്യായത്തിൽ പറയുന്നത് ഭാവികാല നിത്യതയാണ്. ഹല്ലേലൂയ. അതിന് ഇവിടെ പറയുന്നു അന്തം, ഈ ഭൂമിയുടെ അവസാനം കുറിച്ച ശേഷം അനന്തതയെ കടക്കുകയാണ് നമ്മളെല്ലാം. ഭാവികാല നിത്യത, അനന്തം എന്ന് പറയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ അനന്ത നിത്യതയിലേക്കാണ് നമ്മളെല്ലാം കടന്നു പോകാൻ പോകുന്നത്. ഈ സമയത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച ശേഷം നമ്മളൊക്കെ അനന്ത നിത്യതയിലേക്ക് കടന്നു പോകാൻ പോവുകയാണ്. സമയമില്ലാത്ത, സമയത്തിനപ്പുറമുള്ള, എന്നും നിത്യമായിരിക്കുന്ന ദൈവത്തോടു കൂടിയുള്ള ആ ഒരു വിശാലമായ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നമുക്ക് ആയുസ്സും സമയങ്ങളും സമയപരിധിയൊക്കെ ഉള്ളത്. എന്തിനും സമയപരിധി, നമ്മുടെ ആയുസ്സിന് പോലും സമയമുണ്ട് അല്ലേ? ഹല്ലേലൂയ. എന്തിനും കാലഘട്ടം. അതുകൊണ്ട് സഭാപ്രസംഗി 3-ാം അധ്യായം വിതക്കാൻ കാലം, കൊയ്യാൻ കാലം അല്ലേ, ഇങ്ങനെ കാലം എല്ലാത്തൊരു കാലമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ കാലമില്ലാത്തൊരു സമയം വരാൻ പോകുകയാണ്. അവിടെയാണ് എൻ്റെ പിതാവ് താമസിക്കുന്നത്, നിങ്ങളുടെയും പിതാവ് താമസിക്കുന്നത്. അവിടെയാണ് എൻ്റെ പിതാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഞാനും നിങ്ങളും മാറ്റപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ വലിയ പ്രതീക്ഷയാണ് എന്നെയും നിങ്ങളെ ഇന്ന് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. പാപം ചെയ്യാൻ കരങ്ങൾ വെമ്പുമ്പോൾ ആ ഭാവികാല പ്രത്യാശ അനന്ത നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ഓടുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ വാക്ക് പറഞ്ഞവൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ ഓടിത്തീർക്കുകയാ ഈ ചെറിയ ആയുസ് അവന് പ്രസാദകരമായി ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ. ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് ദൈവം നമ്മെ നിർമ്മലീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ വളർത്തിയെടുത്ത ശേഷം, കഴിഞ്ഞ സൺഡേ പ്രസംഗിച്ചത് ഓർമ്മ കാണുന്നില്ലേ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ഈ ലോകത്ത് നമ്മെ അവൻ ദുഷ്ടലോകത്തിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പക്ഷേ വീണ്ടെടുത്താലും നമ്മുടെ അകത്ത് പാപത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഓട്ടം നിർത്തി നമ്മൾ തിരിച്ചു മടങ്ങിപ്പോകാനിടയുണ്ട്. കഴിഞ്ഞ ആഴ്ച കർത്തൃമേശല പറഞ്ഞത് അല്ല, എവിടെയോ പറഞ്ഞത്? ഇവിടെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എഫേസ്യർ 1:4 പറയുന്നു അല്ലേ, നിങ്ങളെ അവൻ ഈ ലോകത്തു നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു.
പക്ഷേ പിന്നീട് ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അകത്ത് പാപമുള്ളത് കൊണ്ട് പലപ്പോഴും വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അകത്തെ പാപത്തിലേക്ക് നോക്കിപ്പോയാൽ നമുക്കൊരിക്കലും ആ ഓടി ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയത്തില്ല. നമ്മുടെ വിശ്വാസത്തിലെ പോരാട്ടത്തിൽ നാം ഇടറി വീഴാൻ ഇടയുണ്ട്. എത്രയോ ജനങ്ങൾ പിന്മാറിപ്പോയി, കാരണം ആ ഓട്ടം തികക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അകത്തേക്ക് നോക്കിയത് കൊണ്ടാണ്. എൻ്റെ അകത്തേക്ക് ഈ പഴയ മനുഷ്യനിലേക്ക് നോക്കിയാൽ, പഠിച്ച ഗവൺമെൻറ്റിലെ പഴയ മനുഷ്യൻ എന്തൊക്കെയാണെന്നല്ലേ, ആ പഴയ മനുഷ്യൻ നോക്കിയാൽ ഞാനിന്ന് പിന്മാറിപ്പോകാൻ ഇടയുണ്ട്, വിശ്വാസം തള്ളിക്കളയാനിടയുണ്ട്. പക്ഷേ നമുക്ക് വെച്ചിരിക്കുന്ന അനന്തമായ ആ നിത്യത്തിലേക്ക് നോക്കുമ്പോൾ യൂദയുടെ ലേഖനം ഒരു അധ്യായമുള്ളൂ, അതിൻ്റെ ലാസ്റ്റ് 24-25 വാക്യം പറയുമ്പോൾ നമ്മളെ അവൻ്റെ മുമ്പിൽ കളങ്കമില്ലാത്തവനായി തേജസ്സോടെ നിർത്തുമെന്നുള്ളത് അവൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിലേക്ക് നോക്കിയാൽ നമ്മൾ വീഴത്തില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നോക്കിയാൽ നമുക്ക് വീഴത്തില്ല. കാരണം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തന, അവൻ നമ്മെ ചെയ്തിരിക്കും. എന്നിലേക്ക് നോക്കിയാൽ കുറവുകളേ ഉള്ളൂ, കുറവുകൾ. അതിലേക്ക് നോക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിശ്വാസം ത്യജിച്ച് പഴയ മാർഗത്തിലേക്ക് മടങ്ങിപ്പോകും, നരകമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും അവകാശങ്ങളിലും ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ എന്നെ നിർത്തുമെന്നുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ഓട്ടമോടിയാൽ തീർച്ചയായും നമ്മുടെ അന്തം കഴിഞ്ഞ് ഈ ഭൂമിയുടെ 7000 വർഷത്തെ പ്രൊജക്റ്റും കഴിഞ്ഞ് അന്തം കഴിഞ്ഞ് അനന്തമായ ആ നിത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കും. അത് പറഞ്ഞവൻ്റെ വാക്കുകളാണ്. മനസ്സിലാവുന്നില്ലേ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് അതായിരിക്കണം ഏത് മനുഷ്യനെയും ഉള്ളിൽ വെളിപ്പെട്ട് വരേണ്ട ചിന്തകൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിലെ നന്മകളല്ല, ഇവിടുത്തെ കാറും വീടും ബംഗ്ലാവും രോഗസൗഖ്യം ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇതൊക്കെ കിട്ടിയാൽ ഇവിടെ തന്നെ മണ്ണിലേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷേ അപ്പുറത്തൊരു ലോകമുണ്ട്, അനന്തമായ ലോകം. ഹല്ലേലൂയ. അതിനിടയിൽ ചെറിയൊരു ബ്രേക്ക് മാത്രമാണ് ഈ 7000 വർഷത്തെ ഭൂമിയുടെ ആയുസ്. ഇത് ഞാൻ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ നിത്യതയെ രണ്ടാക്കി മുറിച്ചു കൊണ്ടിട്ട് അതിനകത്ത് മാത്രം ദൈവം സമയമെന്ന് പറയുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് സമയം കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടുമാറി നമ്മളെല്ലാവരും അവിടേക്ക് പോകേണ്ടതാണ്. അനന്തമായ നിത്യതയിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കേണ്ടതാണ്. അതായിരിക്കണം നമ്മുടെ ചിന്തകൾ, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ, അതും മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ ഇടറി വീഴാനിടയുണ്ട്. എത്രയോ ഭക്തന്മാരൊക്കെ ഈ ഭൂമിയിലും ഇടറി വീണ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്നറിയാമോ? എത്രയോ പേർ വചനമകത്തില്ലാതെ പോയി. ഇന്ന് രാവിലെ അതാ ഞങ്ങൾ സംസാരിച്ചത്. ഹല്ലേലൂയ. വചനമില്ലാത്തത് കൊണ്ട് അനേകർ ഇടറി വീണു. ദൈവം പറഞ്ഞ വാക്കിന്മേൽ വിശ്വാസം നമുക്കില്ല. നമ്മൾ വേറെ എന്തിനൊക്കെയോ വിശ്വസിച്ചോടിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ വാക്കുകൾക്ക് മാത്രമേ ആമേൻ എന്ന് പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രവാചകന്റെ വാക്കിന് ആമേൻ പറയരുത്, ഒരു മനുഷ്യന്റെ വാക്കിൽ ആമേൻ പറയരുത്. ദൈവത്തിൻ്റെ വാക്കിന് മാത്രം ആമേൻ പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആ അനാദി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഏതാണ്ട് 4 പ്രാവശ്യത്തോളം നമ്മൾ വായിച്ചതാണ്. ഞാൻ വിടുക. അനാദിയിൽ, അവിടെ മുതലാണ് ഭൂമിക്ക് ആദിയിൽ, ഉൽപ്പത്തി 1:1 ആദിയിൽ ഭൂമി അല്ലേ, ആകാശവും ഭൂമി എന്ന് പറഞ്ഞ് ഭൂമിക്ക് തുടക്കമിടുമ്പോൾ ഈ ഭൂമിക്ക് 5 ഭൂമിയുണ്ട്. ഈ ഭൂമിക്ക് ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്ക് തുടക്കമിടുമ്പോൾ അവിടെ ആദ്യം ആരംഭിക്കുക. പക്ഷെ അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റുകൾ ആരംഭിച്ചു എന്ന് മറന്നു പോകരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ, ദൈവം ഭൂമിയെ ഓരോ മണിക്കൂറുകളായി നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമി ഓരോ പ്രാവശ്യം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സൂര്യനും അതൊരു ദിവസമായിട്ടും. അതുമാത്രമല്ല ഒരു വർഷം മുഴുവനും ഇങ്ങനെ ഓരോ ദിവസം ചുറ്റി ഓരോ ദിവസം ഭൂമി ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രാവശ്യം മൊത്തം കറങ്ങി വരുമ്പോൾ ഏതാണ്ട് 365 ദിവസം എടുക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാൻ ദൈവം വലിയ വെളിച്ചമായ സൂര്യനെയും ചെറിയ വെളിച്ചമായ ചന്ദ്രനെയൊക്കെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുക. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വേണ്ടിയാ. ഞങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന മുഴുവനും മനുഷ്യന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം ഈ തൻ്റെ ഏകനായ ദൈവം ആ 3ആയി മാറുമ്പോഴും, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ എടുത്തോളാം, മാറുമ്പോഴും അതെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിലെ സ്വപ്നത്തിന് വേണ്ടിയാണ്. ഞാൻ പിന്നെ കടന്നു വന്നോളാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെല്ലാം. ദൈവം നിത്യനാണ്, മനുഷ്യൻ നിത്യനാണ്, പിശാചുക്കളും നിത്യനാണ്. 3 പേർക്ക് മരണമില്ല, ദൈവത്തിന് മരണമില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് ആരംഭമുണ്ട്, അവസാനമില്ല. പിശാചുക്കൾക്ക് ആരംഭമുണ്ട്, അവസാനമില്ല. എന്നാൽ ദൈവത്തിന് ആരംഭവും ഇല്ല, അവസാനമില്ല. അതാണ് ചെറിയ പിശാചുക്കളും മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അതാ ക്ലിയർ ആണല്ലോ? ഹല്ലേലൂയ. എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ്സും വരാൻ പോകുന്നു, എവർലാസ്റ്റിംഗ് ലൈറ്റ്. നിത്യമായ ഇരുട്ടിലേക്കും അല്ലെങ്കിൽ നിത്യമായ വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കണ്ടു അല്ലേ? ദൈവത്തോടുകൂടിയുള്ള നിത്യതയാണ് എന്നേക്കുമുള്ള പകൽ. ദൈവത്തോടുകൂടിയുള്ള നിത്യത, എവർലാസ്റ്റിംഗ് ലൈറ്റ് ഇവിടെ കാണാൻ കഴിയും. ദൈവത്തോട് നിത്യത പകൽ മാത്രമാണ്.
2 പിശാചുക്കളുള്ള നിത്യത, ഇരുട്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ നിത്യത 2 ഉണ്ട്. ഒന്ന് പിശാചിൻ്റെ കൂടെ നിത്യതയുണ്ട് നമുക്ക്, അതല്ലെങ്കിൽ അല്ലേ, നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? മനുഷ്യർക്കും ആരംഭമുണ്ട്, അവസാനമില്ല. ക്ലിയർ അല്ലേ? പിശാചുക്കൾക്കും ആരംഭമുണ്ട്, അവസാനമില്ല. അപ്പം അതുകൊണ്ട് ഈ 2 പിശാച് പോകുന്നിടത്തേക്ക് ഒരു പറ്റം മനുഷ്യനും പോകുന്നുണ്ട്. അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ അറിയാതെയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് പലപ്പോഴും മാറി പോകുന്നത്. കാരണം അവൻ നമ്മളെ വശീകരിച്ച് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഇതാണ് 2 നമ്മുടെ നിത്യത. ഒന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയുള്ള എന്ന് സൂര്യനും ചന്ദ്രനും കത്തിപ്പോയി വെളിച്ചം നമുക്ക് ഈ ഭൂമിക്കകത്ത് മനുഷ്യന് വെളിച്ചം കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന വലിയ വെളിച്ചമായ സൂര്യനും ചെറിയ വെളിച്ചമായ ചന്ദ്രനൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ട ശേഷം കുഞ്ഞാട് എന്നും വിളക്കായിരിക്കുന്ന വെളിച്ചമായിരിക്കുന്ന ആ സ്വർഗീയ പറുദീസയിലേക്ക്, അനന്തനിത്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. അതല്ലെങ്കിൽ നമുക്ക് ഇന്ന് തീരുമാനിക്കാം, അതല്ലെങ്കിൽ എന്നും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന മിസ്രൈമിലെ കാഴ്ച പറഞ്ഞ മിസ്രൈമിൽ 3 ദിവസം കൂരാക്കുരുട്ടായിരുന്നു. പഠിച്ചു കാണും നിങ്ങളെ, വായിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. തൊട്ടനുഭവിക്കാൻ കഴിയുന്ന അല്ലേ, ഇതിനെ കോരിയെടുക്കാൻ പറ്റും ആ ഇരുട്ടിനെ. അതുപോലത്തെ ഇരുട്ട് ഇതിനെ കോരിയെടുക്കാൻ പറ്റും നമുക്ക്. അതുപോലത്തെ ഇരുട്ടായിരുന്നു മിസ്രൈമിലേക്ക്. അതുപോലത്തെ ഒരു ഇരുട്ടായിരിക്കും എവിടെയാ? നരകത്തിലും. അത് നിത്യതയാ. എവിടെയാണ് നമ്മുടെ അവസാനമെന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. ഏത് മനുഷ്യനും ദൈവം ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല. നമ്മുടെ തീരുമാനമാണ് ദൈവത്തിന് ആവശ്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടത്തിൽ ആകെ 2 മനുഷ്യൻ മാത്രമാണുള്ളത്. ആ 2 മനുഷ്യർ ദൈവം കൽപ്പന കൊടുത്തു. എന്നാൽ ആ സ്ത്രീ ഹൗവ പോയി ഫലം പറിച്ചു നിന്നപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ആ ഹൗവയുടെ കൈ തട്ടി മാറ്റിയിട്ട് അല്ലേ, ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നമുക്കിന്ന് പാപിയായി ഇവിടെ ഭൂമി ജീവിക്കേണ്ട ആവശ്യമില്ല. ഏദൻ പറുദീസയിൽ അവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഒരിക്കലും ദൈവം ചെയ്യില്ല. ഇന്നും ദൈവം ചെയ്യില്ല. അങ്ങനെ നമ്മൾ പറയും ദൈവമൊക്കെ നോക്കിക്കോളും ബ്രദർ എന്നൊക്കെ പറയുന്നത് ചുമ്മാ നമ്മുടെ ബോധമില്ലായ്മയാണ്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മുടെ വിൽ പവറിന്മേൽ കയറി പിടിക്കത്തില്ല. പറഞ്ഞു തരും. അതനുസരിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഈ അനന്തനിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ലെങ്കിൽ നമുക്കിതൊക്കെ നഷ്ടമായി പോയേക്കാം. നമ്മുടെയൊക്കെ ജീവിതം ഇവിടെയല്ല, അപ്പുറമാണ്. അതുകൊണ്ടാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത്, മനുഷ്യർക്ക് ആരംഭമുണ്ട്, അവസാനമില്ല. പിശാചുക്കൾക്ക് ആരംഭമുണ്ട്, അവസാനമില്ല. നിത്യനാണ് അല്ലേ? എന്നാൽ ദൈവത്തിന് ആരംഭവും അവസാനവും ഇല്ല. ആ വ്യത്യാസം. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, അതൊന്നും എന്നേക്കുമുള്ളതാ. മനുഷ്യനെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ നിത്യനായി എന്നുള്ള കാര്യം അല്പമായി ചിന്തിച്ചായിരുന്നു അല്ലേ? മൃഗങ്ങൾക്ക് ദേഹവും ദേഹിയുമുണ്ട്, മരങ്ങൾക്ക് ദേഹമുണ്ട്, വളർന്ന ജീവനുണ്ട്. മൃഗങ്ങൾക്ക് മൃഗാദി പക്ഷി അല്ല, എല്ലാത്തിനും വളരുന്ന ജീവൻ, ബോഡി ജീവനുമുണ്ട്, ദേഹി ജീവനുമുണ്ട്. എന്നാൽ അവർ നിത്യനല്ല. അവർ മണ്ണിലേക്ക് മടങ്ങി വെറുതെ പൊടിയായി പോകുന്നു. എങ്ങനെയാ മനുഷ്യൻ നിത്യനായി മാറിയത്? ദൈവം ഊതിക്കൊടുത്ത ആത്മാവ് മനുഷ്യന്റെ അകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ നിത്യനായി മാറി. ക്ലിയറാണോ ഞാൻ പറഞ്ഞു വന്നത്? ഒരിക്കലും മാറ്റമിൽ മരിക്കാൻ കഴിയാത്ത മനുഷ്യനായി മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്നിൽ വന്നേ മനുഷ്യൻ അവസാനിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന നിത്യമായ നരകത്തെക്കുറിച്ച് പിന്നീട് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. നരകമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല. ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. മനുഷ്യനെ മാത്രമല്ല, അതിന് മുമ്പിലേക്ക് ഞാൻ കടന്നു വരാം. പിന്നീട് ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഓൾറെഡി പ്രപഞ്ചത്തിൽ എവിടെയോ ആ ഒരു നരകമെന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് ഞാൻ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എടുക്കാം. അതൊക്കെ മനസ്സാവുന്നുണ്ട്. എന്താ പറയുക, തീപ്പൊയ്കകൾ അല്ലേ? തീപ്പൊയ്കകൾ വെറും ഗ്യാസാ. നമ്മുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ നോക്കിയാൽ മതി, വെറും ഗ്യാസാ. പക്ഷെ അനങ്ങുമ്പോൾ വെള്ളമാകുന്നത് പോലെ, ഇങ്ങനെ വെള്ളം ആടുന്നത് പോലെ ആടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതുപോലെ കംപ്രസ് ചെയ്ത്, ചൂട് കയറി കംപ്രസ് ചെയ്തിരിക്കുന്ന സാധനമാണ് അതൊക്കെ. അതങ്ങനെ ആയതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. അതിനെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഒന്ന്, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ആ അനന്ത നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്ര സമൂഹങ്ങൾ ഒന്നുമില്ല. മനുഷ്യർക്ക് വേണ്ടിയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. അതൊക്കെ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ആ ദൈവ തേജസ്സിനു വേണ്ടിയാ ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചത് നഷ്ടപ്പെട്ടു പോയ ദൈവജീവൻ നൽകി, ദൈവജീവന്റെ തേജസ്സിലേക്ക് നമ്മളെ സമൃദ്ധിയായി വളർത്തിയെടുത്ത് ആ രാജ്യം തരാൻ വേണ്ടിയാണ്.
ഒന്നും കൂടെ ആവർത്തിക്കാം. പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ദൈവജീവനെ മടക്കി തന്ന് ദൈവത്തിന് തേജസ്സാകുന്ന ആ മഹത്വത്തിലേക്ക് നമ്മെ, അത് ശുദ്ധീകരണത്തിലൂടെ ആ മഹത്വം നമുക്ക് ലഭിക്കുന്നത്, ആ മഹത്വത്തിലേക്ക് നമ്മെ നടത്തിക്കൊണ്ട് അവസാനം ആ നിത്യമായ ദൈവരാജ്യത്തിലേക്ക് നമ്മെ കടത്തിക്കൊണ്ട് പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ വെളിച്ചത്തിൻ്റെ വെളിച്ചം കൊടുക്കുവാൻ സൂര്യനെയോ ചന്ദ്രനെയോ ആവശ്യം അവിടെ ഇല്ല. ആ തേജസ്സാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മൾ പോകുകയാണ്, നമ്മൾ തന്നെ വെളിച്ചമായി മാറുകയാണ്. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഹല്ലേലൂയ. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഇപ്പോഴതല്ല, ഇത് അനന്ത നിത്യതയിൽ വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ കാര്യം പറയുക. അവിടെ ജാതികൾ എന്ന് പറയും, ഈ ജാതികളല്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അത് ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദു മുസൽമാനും അല്ലെ മറ്റ് ജാതികളെ പോലെ തോന്നും. ഒന്നുമില്ല, അവിടെയൊന്നും ഇങ്ങനത്തെ ആൾക്കാരൊന്നും അവിടെയൊന്നുമില്ല. ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചാൽ ദേ ആർ സേവ്ഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ടു പോയവർ. ഞാൻ അതിന് മറ്റൊരു പേര് കൊടുക്കാറുണ്ട്. SLC പരീക്ഷയിൽ 210 മാർക്ക് മേടിച്ച് കഷ്ടിപുഷ്ടി ജയിച്ചവർ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയോ ആരുടെയെങ്കിലും കണ്ണീരോ മക്കളുടെ അല്ലെ അമ്മമാരുടെ പ്രാർത്ഥനയോ എന്തൊക്കെ കൊണ്ട് അങ്ങ് കഷ്ടിപുഷ്ടി ജയിച്ച് ഒന്ന് അക്കരെ കയറിയവർ, തേജസ് പ്രാപിക്കാൻ കഴിയാതെ വിശുദ്ധിയിൽ തികവിലേക്ക് പോകാതെ കഷ്ടി 210 മാർക്ക് മേടിച്ച ദേ ആർ സേവ്ഡ് പീപ്പിൾ. ഇംഗ്ലീഷ് ബൈബിൾ മലയാളം ബൈബിൾ വന്നപ്പോൾ ജാതികൾ എന്നൊരു വാക്ക്, ഒരു വല്ലാത്തൊരു വാക്ക് അവിടെ വന്നു. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വന്നേക്കാം. എന്നിട്ട് പറയുക അവിടെ അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. അവിടെ രാത്രിയും പകലൊന്നുമില്ല, അവിടെ ഫുൾ വെളിച്ചമാണ്. എവിടെയാ? പുരാതന പഴയ നിത്യതയല്ലേത്, ഇത് ഭാവികാല നിത്യതയെക്കുറിച്ച്, അനന്ത നിത്യതയെക്കുറിച്ച് പറയുക. അവിടെ കുഞ്ഞാട് തന്നെ, സാക്ഷാൽ ദൈവം തന്നെയായ നമ്മുടെ കർത്താവ് തന്നെ വിളക്കായി വെളിച്ചമായി മാറുകയാണ്. നമ്മളും ആ വെളിച്ചത്തിൻ്റെ അംശമാണ് ഇപ്പോൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ആയുസ്സിൻ്റെ വിലയറിയോ നിങ്ങൾക്ക്? ദൈവം തേജസ്സായിരിക്കുന്നവൻ. സംഗീതക്കാരൻ പറയുന്നുണ്ട്, ദൈവം അവൻ്റെ മേൽ നിന്ന്, നമ്മുടെ മേൽ നിന്ന് പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ മേൽ നിന്ന് തേജസ് ഊരിക്കളഞ്ഞു. തേജസ് എന്ന് പറയുന്ന വസ്ത്രം ഊരിക്കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കിന്ന് പോത്തീസും ശീമാട്ടിയൊക്കെ നമുക്ക് വേണ്ടി വന്നത്. ഒരു വസ്ത്രം ഇന്ന് എന്തോരം പൈസയാണ് കൊടുക്കുന്നത് അല്ലേ? അത് നല്ലത് മേടിച്ചാലോ, ലൂയിസ് ഫിലിപ്പ് മേടിച്ചാലും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കളറും മങ്ങിപ്പോവും. ഇതൊന്നും മങ്ങാത്തൊരു ഡ്രസ്സ് ദൈവം നമുക്ക് തന്നത് നമുക്കില്ല. പക്ഷേ അഹങ്കാരവും മനസ്സതക്കേട് നിമിത്തം നമ്മളൊക്കെ നശിപ്പിച്ച് കളഞ്ഞതാണ്. ഞാൻ എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ്. ആ ദൈവദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്നു. അത് ലഭിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിലൂടെയാണ്. രക്ഷയെക്കുറിച്ച് ഞാൻ വരും ദിവസങ്ങളിൽ ക്ലാസ് എടുക്കും, ആഴമായ ക്ലാസ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീതീകരണവും, നമ്മുടെ ദേഹിയുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധീകരണവും, നമ്മുടെ ബോഡിയുടെ രക്ഷയ്ക്ക് വേണ്ടി തേജസ്കരണവും. ഇത് 3 പ്രാപിച്ചുകൊണ്ട് നാം നിത്യരക്ഷയിലേക്ക് പോവുകയാണ്. അല്ലാതെ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കൈയടിച്ചാളെന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആരും വിചാരിക്കേണ്ട, അങ്ങനെ നടക്കത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേഗത്തിൽ പോയാൽ നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് ക്ലാസ് അധികം പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനി രാത്രി അവിടെയില്ല. ആ മനോഹരമായ ആ ദൈവം വസിക്കുന്ന നിത്യയിലേക്കാണ് എൻ്റെ നിങ്ങളുടെ യാത്ര. വെളിപ്പാട് ദിവസം 22:5 പറയുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല. കാരണം എന്താ രാത്രി ഇല്ലാത്തത്? അവിടെ നമ്മുടെ കർത്താവ് വിളക്കായിട്ടിരിക്കുന്നത്, നാം തന്നെ വെളിച്ചമായി മാറുകയാണ്. കാരണം തേജസ് പ്രാപിച്ചിരിക്കുക നമ്മൾ. പുതിയ ഭൂമിയിൽ അവിടെ എന്താ ഒരു വാക്യം പറഞ്ഞില്ല, ജാതികൾ അവൻ്റെ വെളിച്ചത്തിൽ നടക്കും. ആ പുതിയ ഭൂമിയിൽ ചെല്ലുമ്പോൾ അവിടെ ജാതികൾക്ക് വെളിച്ചം ഇല്ല. കാരണം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് നോക്കട്ടെ. നോക്കിയേ, പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ, വരാൻ പോകുന്ന അനന്ത നിത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അവിടെ വരാൻ പോകുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശമല്ല, പുതിയ സ്വർഗങ്ങളും അല്ലേ, ഹെവൻസ് എന്ന ആ സ്വർഗങ്ങളും ആ പുതിയ യെരൂശലേമൊക്കെ ഇറങ്ങി വന്ന് പുതിയ ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോൾ അവിടെ എന്തുകൊണ്ട് ജാതികൾക്ക് കുഞ്ഞാട് വെളിച്ചമായി തീരുന്നു? കറക്റ്റാ. അവർക്ക് തേജസ്സില്ല. 210 മാർക്ക് മേടിച്ച് അമ്മയുടെ പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥനയും അല്ലേ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രാർത്ഥന കൊണ്ട് വലിച്ചങ്ങോട്ട് കയറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയോ കഷ്ടി വിശ്വാസം. ഞാൻ തമാശ പറഞ്ഞതല്ല. യോഹന്നാനെ സുവിശേഷത്തിൽ വാക്കുണ്ട്, അവർ വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിച്ചു. 50 ആണെങ്കിൽ അല്ലേ, 51 49 അത്ര പെർസെൻ്റല്ലേ, 1% കൂടിയാൽ മതി നമ്മൾ അങ്ങോട്ട് കടന്നു വീഴും. മനസ്സിലായില്ലല്ലേ? വേണ്ട, മനസ്സിലാക്കണ്ട. ഞാൻ യോഹന്നാന്റെ സുവിശേഷ ഭാഗം പറഞ്ഞത് നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് രാത്രി അവിടെ ഉണ്ടാകുകയില്ല.
കാരണം അവിടെ കുഞ്ഞാട് വെളിച്ചമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നമ്മളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ നിത്യമായ എന്നും എന്നേക്കുമായ രാജാക്കന്മാരായി വാഴാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടധാരണ ദിവസം എന്ന് പറഞ്ഞ ക്ലാസ് പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും 1000 ആണ്ടിൽ മാത്രമല്ല വരാനിരിക്കുന്ന അനന്തനിത്യതയിൽ അവിടെയുള്ള പുതിയ ഭൂമിയിലെ രാജാക്കന്മാരായി നിത്യമായി ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവത്തിൻ്റെ കൂടെ വാഴുവാൻ പോകുന്നവരാണ്. അതൊക്കെ വല്ലപ്പോഴൊക്കെ ഓർക്കുമ്പോഴല്ലോ നമ്മുടെ ജീവിതമൊക്കെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കും. നമ്മുടെയൊക്കെ ജീവിതം വചനത്തിന് വേണ്ടി കൊതിക്കും. നമ്മുടെ കാലുകൾ ചെളിയിൽ കർത്താവ് പറഞ്ഞ് കാല് കഴുകാൻ പറഞ്ഞപ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ നടക്കുന്നവരാ കാലിന് അഴുക്കൊക്കെ പറ്റിയേക്കാം, ചെറിയൊരു കഥ പറ്റിയേക്കാം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകാനല്ല പറഞ്ഞത്. കാല് ചെളി പറ്റിയാലും കുഞ്ഞാട് രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചോടുകയാണ് നമ്മളെല്ലാവരും. അപ്പം അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ കാര്യം. ഈ ആ അനന്തനിത്യതയിലെ അവിടെ കുഞ്ഞാട് വിളക്കായിരിക്കുന്നത് കൊണ്ട് വേറെ വെളിച്ചത്തിൻ്റെ ആവശ്യം അവിടെയില്ല. എന്നാൽ വേറൊരു സ്ഥലമുണ്ട്, ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. അതും ഏതാ? അതും എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ്. മറ്റേ എവർലാസ്റ്റിംഗ് ലൈറ്റാ. ദൈവത്തോടു കൂടിയുള്ള നിത്യതയും പിശാചിനോട് കൂടിയുള്ള നിത്യതയും. അവിടെ എന്താ ഉള്ളത്? പിശാചിനോട് കൂടെ നിത്യത എന്താ ഉള്ളത്? ഡാർക്ക്നെസ്. വാരി കോരിയെടുക്കാൻ കഴിയുന്ന ഡാർക്ക്നെസ്. ഇരുട്ടിനെ കോരിയെടുക്കാൻ കഴിയും. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം അവിടെ പഠിച്ചാൽ മതി. ഉൽപ്പത്തിലാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ലേവ്യനാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഇങ്ങനെയുണ്ട്. മിസ്രൈമിൽ 3 ദിവസം ഭയങ്കര കൂരിട്ടായി, തൊട്ടനുഭവിക്കാൻ കഴിയുന്ന, കോരിയെടുക്കാൻ കഴിയുന്ന ഇരുട്ട്. ഓക്കെ, മത്തായി 25:30 പറയുന്നു, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ. ടാർട്രസ് എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. എന്നാൽ കൊള്ളരുതാത്ത ദാസൻ ആരാ? കൊള്ളരുതാത്ത ദാസൻ ആരാ? പറ. ദൈവം തന്ന താലന്തുകൾ കുഴിച്ചിട്ട് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അവിടെ എന്താ വിളിച്ചത്? ദുഷ്ടദാസനെ, ഞാൻ തന്ന ദ്രവ്യം നീ ബാങ്കിൽ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ പലിശയെങ്കിലും ഞാൻ വാങ്ങിനെ. നീ എന്നെക്കുറിച്ച് അറിഞ്ഞത് തെറ്റിപ്പോയി അല്ലേ? നീ എന്നെക്കുറിച്ച് അറിഞ്ഞത് തെറ്റിപ്പോയി. നീ പറയുന്നു അവന് വിതക്കാത്തടത്ത് കൊയ്യൻ അല്ലേ? എങ്ങനെ വിതക്കാത്തടത്ത് കൊയ്യുന്നവനാണെന്നാ അവൻ വിചാരിച്ചത്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് സത്യമായി നമുക്കില്ലെങ്കിൽ നമുക്ക് ഇതേ വിളി കേൾക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? കാറ് കിട്ടും, വീട് കിട്ടുമെന്നല്ല, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ അവിടെ ഒന്ന് ചോദിക്കും, നീ ഞാൻ ഏൽപ്പിച്ചത് എവിടെയെന്ന് ചോദിക്കും. ഹല്ലേലൂയ. നമ്മൾ ഏൽപ്പിച്ചത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല വണ്ണം വിനിയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ പറയുക, ആ കൊള്ളാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പുതിയ ഭൂമിയുണ്ട്, സ്വർഗങ്ങളുണ്ട്, ആകാശങ്ങളുണ്ട്. രണ്ടാമത് പുതിയ യെരൂശലേമുണ്ട്, സ്വർഗീയ സിയോണുണ്ട്. ഒരുപാട് നിത്യതയിൽ ആ സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുള്ളതുപോലെ തന്നെ നരകത്തിലും ഒട്ടനവധി വാസസ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും അഗാധത്തിലേക്ക് പോകുന്ന വാസസ്ഥലമാണ് ടാർട്രസ് എന്ന് പറയുന്ന കൂരാക്കൂരിട്ട്. അവിടെ പോകുന്നത് വേറെ ആരുമല്ല, പെന്തക്കോസുകാരാ. ഞാൻ പറഞ്ഞതല്ല. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി 3:7 7:21. പിന്നെ പറ, 21 വാക്യം പറയുന്നത് കർത്താവെ എന്ന് വിളിക്കുന്നവരുമല്ല പിതാവിൻ്റെ ഇഷ്ടം. അപ്പം സ്തോത്രം എല്ലാ ഞായറാഴ്ച വന്ന് പറഞ്ഞ് ബാക്കി 6 ദിവസം വായിൽ സൂത്രം വെച്ചടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. താഴേക്ക് പറയുമ്പോൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, വീരപ്രവൃത്തി ചെയ്തു. ആരൊക്കെയാ? പ്രവാചകന്മാരുണ്ട്, ഇവാഞ്ചലിസ്റ്റുമാരുണ്ട്. വീരപ്രവൃത്തി അപ്പോസ്തല ലക്ഷണമാണ്. കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അപ്പോസ്തല ലക്ഷണമാണിത്, വീരപ്രവൃത്തി. അപ്പോൾ വലിയ വലിയ പുള്ളികൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആ ഏറ്റവും കൃപാവരങ്ങൾ കിട്ടി, രക്ഷ കിട്ടിയിട്ടും നിത്യജീവൻ കിട്ടിയിട്ടും ആത്മാവിന് വീണ്ടും ജന്മം കിട്ടിയിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടും വീണ്ടും കളയുന്നവർ, യൂദായുടെ ലേഖനത്തിൽ പഠിച്ച 2 ചത്തവർ. മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ പോകാൻ പോകുന്നത് ഈ ടാർട്രസ് എന്ന് പറയുന്ന ആ കൂരാക്കൂരിട്ടിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. അവിടെ എന്തുണ്ട്? കരച്ചിലും പല്ലുകടിയും. ഇന്ന് നമ്മൾ പല്ലിക്കൊക്കെ അടിക്കും അല്ല, മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക്. അവിടെ ചെല്ലുമ്പോൾ പറയും, നീയൊക്കെ കൂടി ആടാ എന്നെ മര്യാദക്ക് ഉപദേശിച്ച് തന്നിരുന്നെങ്കിൽ ഞാനൊക്കെ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോയിട്ട് പാസ്റ്റർമാരെ ഈ മത്തായി 7:21 കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെന്ന് പറഞ്ഞിട്ട് കുറേ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് താഴെ 22-23 വാക്യം പറയുക, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ച് വീരപ്രവൃത്തി ചെയ്തു എന്ന് വെച്ചാൽ ദൈവദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്. മുകളിൽ ഒരുപറ്റം ജനങ്ങൾ നയിച്ചു കൊണ്ടുപോയ ദൈവദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്.
ഇവരും അവിടെ ചെല്ലും, അവരും ചെല്ലും. ഈ അന്ന് അവിടെ പോയിട്ട് വിശ്വാസികൾ പല്ലിറിച്ച് കാണിക്കുന്നത്, പല്ലിറിക്കുന്നല്ലെന്ന് കല്ല് കടിച്ച് കാണിക്കും. കാരണം ഇവരൊക്കെയാണല്ലോ എന്നെ ഇങ്ങനെ കാണിച്ച് ആ കാറ് കിട്ടും വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, മനസ്സിലായില്ലേ? പല്ല് കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് ആര് പഠിപ്പിച്ചില്ലെങ്കിലും പഠിപ്പിക്കാൻ തക്കവണ്ണം കഴിവുള്ള പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ അകത്തുണ്ട്. പഠിപ്പിച്ചില്ല എന്ന്, എന്നോട് പറഞ്ഞില്ല എന്ന് ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങളെ പഠിപ്പിച്ചാലെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. നാം പ്രാപിച്ച അഭിഷേകം നമുക്ക് സകലത്തെയും വിശദീകരിച്ചു തരും. നമുക്ക് ഇല്ല എന്നൊരു വാക്ക് പറയാൻ പാടില്ല, കഴിയില്ല. കാരണം നമുക്ക് പ്രാപിച്ചിരിക്കുന്ന അത്യുന്നത ആത്മാവിനെയാണ്. സകല സത്യത്തിലും വഴി നടത്താമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് പ്രശ്നം, വേറെ ആരുടെയും ഇല്ല. നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. അപ്പോൾ അവിടെ മത്തായി 22:13 രാജാവ് ശുശ്രൂഷകരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ. അവിടെയും ഹല്ലേലൂയ പാട്ടുണ്ടെന്നല്ലേ, പല്ലുകടി ഒക്കെ ഉണ്ടാവും. ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. ഇത് എവിടെയാ ഏറ്റവും പുറത്തുള്ള ഇരുട്ട്? എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ് എവിടെയാ? നരകം മാത്രമേ ഉള്ളൂ. 2 പത്രോസ് 2:17 പഠിക്കുമ്പോൾ അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. അല്ലേ? അവർ വെള്ളമില്ലാത്ത കിണറുകളാ. ഇന്ന് ഒരുപാട് വെള്ളമില്ലാത്ത കിണറുകൾ ലോകത്തുണ്ട്. ആത്മീയ ഗോളത്തിൽ സ്റ്റേജിൽ കയറി എന്ത് പ്രസംഗങ്ങളാ, പക്ഷെ എന്തില്ല? നിത്യജീവന്റെ ജലം കൊടുക്കുവാൻ അറിയില്ല. ജനങ്ങളെ ലോകത്തിന് ഹൃദയം പറിച്ചെടുത്ത് സ്വർഗീയ തലങ്ങളിലേക്ക് മാറ്റാൻ കഴിയത്തില്ല. എത്രയൊക്കെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. അത് വെള്ളമില്ല. അവരുടെ പൊട്ടക്കിണറ്റിൽ എന്തില്ല? വന്ന് കോരിക്കുടിക്കുവാൻ അകത്ത് വെള്ളമില്ല. ഇത് തന്നെയായിട്ട് യൂദാലേഖനം പഠിപ്പിക്കുന്നത്. കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർക്ക് എന്താ? കൂരിട്ട്. അവരിന്ന് തന്നെ ആ കൂരിട്ട് സംക്രമിച്ചു കൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു വിശുദ്ധിയിൽ. ഇവിടെ വെച്ച്, എവിടെ വെച്ചാ? ഇവിടെ വെച്ച് അല്ലേ? ഇതിനകത്ത് വെച്ച് നമ്മൾ തേജസ്സിന്മേൽ വിശുദ്ധി പ്രാപിച്ച്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എടുത്തോളാം. ആ വിശുദ്ധി ലെവൽ വളരുമ്പോൾ ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ വെളിച്ചമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. എന്താ? ഇതുപോലെ വെള്ളമില്ലാത്ത കിണറുകളായി നമുക്ക് മാറ്റപ്പെടാം. വചനവും വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ ക്ലാസ്സിലും വരത്തില്ല. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ അകത്ത് എന്തില്ല? ഒന്നുമില്ല, വെള്ളമില്ല, അല്ലേ? അത് മാത്രമല്ല, കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങൾ ചുമ്മാ കാറ്റ് ഓടിക്കളിക്കുകയാണ്. വേരറ്റുപോയ വൃക്ഷങ്ങളൊക്കെ യൂദാലേഖനം പറയുന്നത്. അവർ രണ്ട് പ്രാവശ്യം ചത്തവരാ. അതെന്താണെന്ന് ഇവിടെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് പറയാ, അവർക്ക് കൂരിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണെന്ന് വെളിച്ചം സമ്പാദിക്കുന്നതും അല്ലെങ്കിൽ തേജസ് സമ്പാദിക്കുന്നതും മറു സൈഡിൽ കൂരിട്ട് സമ്പാദിക്കുന്നതും. ആ അനന്തത്വത്തിലേക്ക് പോകുവാൻ എവിടെയെങ്കിലും, ഏതെങ്കിലും 2 സ്ഥലത്തിൽ എവിടെയെങ്കിലും പോകുവാൻ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് തന്നെ എൻ്റെ ജീവിതമാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രത്യാശയില്ലാത്ത വാക്കുകളൊക്കെ എന്നെ കൂരിട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പാദ്യം എന്താ? കൂരിരുട്ട. ഇതാണോ? 2, ആ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണത്തിലൂടെ തേജസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വെളിച്ചമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറന്നു പോകരുത്. ഈ ആയുസ്സിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഈ ആയുസ് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഉണ്ടോ ഇല്ലയോ? എന്തെങ്കിലും എവിടെയെങ്കിലും 2 സുശേഷം പറഞ്ഞ ആൾക്കാർ ഭൂതമേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിച്ച് രോഗികൾ സൗഖ്യം പ്രാപിച്ച് നമ്മളെ പേരും പെരുമയും കിട്ടാൻ വേണ്ടിയല്ലത്. അതിനേക്കാൾ അപ്പുറം, അതൊക്കെ ചെയ്താലും ഭൂതങ്ങളെ പുറത്താക്കിയാലും പ്രവചിച്ചാലും വീര്യപ്രവൃത്തി ചെയ്താലും ദൈവം പറയും ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. മനസ്സാവുന്നുണ്ടോ? എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച മനുഷ്യനെ മാത്രമേ ദൈവം അറിയുന്നുള്ളൂ. ഇവനെ ദൈവം അറിയുന്നില്ല. ഇവൻ്റെ മേലെ അഭിഷേകം, പിന്നീട് ഞാൻ ക്ലാസ് എടുത്തോളാം. അഭിഷിക്തന്മാർ നരകത്തിലേക്കാണ് പോകുന്നത്. എത്രയോ അഭിഷക്തന്മാർ എത്രയോ സ്റ്റേജുകളിൽ പ്രസംഗിച്ചതാ. ഇവിടെയും പ്രസംഗിച്ച ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇന്നൊക്കെ കൂരിട്ടുകളായി മാറ്റപ്പെട്ടു പോയി. ലോകത്തിലെ ചപ്പും ചവറും തുമ്പപ്പണിയെടുത്ത് നടക്കുക എല്ലാവരും. എന്തുകൊണ്ടെന്നറിയാമോ? സമ്പാദിച്ചത് തേജസ്സല്ല, ആ വെളിച്ചമല്ല സമ്പാദിച്ചത്, കൂരിട്ടാ സമ്പാദിച്ചത്. മനസ്സാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത്? അതുകൊണ്ട് സത്യം സത്യമായി തന്നെ ഗ്രഹിക്കണം നമ്മൾ. യോവേൽ പുസ്തകത്തിൽ 2:2 പറയാ, ഇരുട്ടും അന്ധകാരമുള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ, അല്ലേ? പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലമുള്ള ഒരു ജാതി
അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല, ഇനിമേലാൽ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. വേറെ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്, ഇരുട്ടും അന്ധകാരമുള്ളൊരു ദിവസം വരാൻ പോകുകയാണ്. എന്തുമാകട്ടെ, അത് 7 വർഷ പീഡനകാലത്തെക്കുറിച്ച് അല്പം പറയുന്നുവെങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ട് അതുപോലത്തെ ഒരു ദിവസം വരാൻ പോകുകയാണ്. അത് നിത്യതയാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 1 യോഹന്ന ലേഖനം 2:9 പറയുന്നു, വെളിച്ചത്തിലിരിക്കുന്നെന്ന് പറയുകയും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, ഞാൻ വീണ്ടും ജനിച്ചവനാണ്, ന്യൂ ലൈഫുകാരൻ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഓർക്കണം, സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം എന്നെ നടത്തിയെന്നല്ല, എന്താ, ഇരുട്ടിൽ ഇരിക്കുന്നു. ഇന്നാണ് നാം സമ്പാദിക്കുകയാ. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്, ഞാൻ പണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യോഹന്നാന്റെ സുവിശേഷ ഭാഗം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം മനുഷ്യനെ ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ഇത് യോഹന്നാൻ 3:16 പറയുമ്പോൾ, അതേ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 3:16 എന്താ പറഞ്ഞത്? പഠിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആവർത്തിച്ച് ഞാൻ പറയുന്ന വാക്കാ. സുവിശേഷത്തിൽ 3:16 പറയുന്ന വാക്കിന് ഇത്തിരിയും കൂടി കട്ടിക്കൂട്ടി വേറൊരു വാക്ക് അതേ 3:16 ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? തൻ്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച കർത്താവ്. അവിടെ പറയുന്നത്, അതുപോലെ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതല്ലയോ? ആദ്യമായിട്ട് കേൾക്കണ പോലെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, എന്നാൽ വെളിച്ചത്തിൽ ഇരിക്കുന്നു പറയുകയും സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ഇരുട്ടിനെ സമ്പാദിച്ചു കൊടുക്കുന്നത് ഇവിടെ വെച്ചാ, അവിടെ പോയിട്ടല്ല. സഹോദരനോട് പകയും ഭിന്നതയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ സമ്പാദിക്കുന്നത്? പറ. ഇരുട്ടാ, നമ്മൾ അറിയുന്നില്ല. പറയില്ലേ, പണ്ടൊക്കെ നല്ല ബ്രദർ, നല്ല മുഖം നോക്കിയാൽ നല്ല തേജസ്സായിരുന്നു ബ്രദറിൻ്റെ. ഇപ്പൊക്കെ നമുക്ക് നോക്കാൻ പോലും പേടിയാന്ന് എന്നൊക്കെ പറയാം. നമ്മൾ പണ്ട് ആൾക്കാരെ നോക്കി പറയാറുണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്, ഇല്ലേ? എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ എവിടെയോ പണ്ട് വായിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ പണ്ട് വായിച്ചതാ. ചെറിയ ചിന്ത വന്നുകൊണ്ട് കർത്താവ് പ്രേരിപ്പിച്ചുകൊണ്ട് പറയാം. ഏതോ സിനിമ പിടിച്ചു, അതിൽ യേശുവിൻ്റെ ഒരു അഭിനയിക്കാൻ വേണ്ടി ഡാർവിൻ്റെ എന്തോ ഒരു അങ്ങനത്തെ ഒരു പേരാ, അങ്ങനത്തെ സാധനം. അത് യേശുവിനെ പടം പിടിക്കാൻ വേണ്ടി, യേശു അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്, അത് യേശുവിനെ കുറിച്ച് പുസ്തകം വായിച്ച ആൾക്കാർ നിങ്ങളെ കാണും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഡയറക്ടർ ഒരാളെ കണ്ടെത്തി, നല്ല തേജസ്സേറിയൊരു സൗന്ദര്യമുള്ള ഒരു മുഖമുള്ള തേജസ് തൊട്ട് അതുപോലത്തെ ഒരു മനുഷ്യനെ ലോകത്തിന് കണ്ടെടുത്തു. അത് പിടിച്ചെടുത്തു. ആ യേശുവിൻ്റെ പടമൊക്കെ പിടിച്ചെടുത്തു. അദ്ദേഹം നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു. അത് നല്ലൊരു തേജസ്സുള്ള മുഖമാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ യൂദ ഇസ്കരിയോത്തിന് അഭിനയിക്കുവാൻ വേണ്ടി ഒരാളെ തപ്പിയിട്ട് ആരും കിട്ടിയില്ല. വർഷങ്ങളെടുത്തു കഴിഞ്ഞപ്പോൾ ജയിലിൽ പോയി അന്വേഷിച്ചപ്പോൾ ഒരു മനുഷ്യനെ കിട്ടി. നല്ല വൃത്തി, എന്താ പറയുക, ഇങ്ങനത്തെ മോഹക്കുള്ള, വികൃതമായ മോഹക്കുള്ള മനുഷ്യനെ കിട്ടി. എവിടത്തെ ജയിലിൽ നിന്നൊക്കെ പിടിച്ച് കിട്ടി. അദ്ദേഹം കൊണ്ടുവന്നിട്ട് അഭിനയിക്കാൻ നോക്കിയപ്പോൾ അപ്പോഴാ അറിയുന്നത്, യേശുവായിട്ട് അഭിനയിച്ച പഴയ മനുഷ്യൻ തന്നെയാ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കാലചക്രത്തിൽ സംഭവിച്ചു പോയ ജീവിത പരാജയങ്ങളും കൂരിരുട്ട് സമ്പാദിച്ചും അദ്ദേഹം യൂദയെപ്പോലെയായി മാറിപ്പോയി. നിങ്ങൾക്ക് വായിച്ച് കാണുമല്ലോ, ഇഷ്ടംപോലെ കേട്ട് കാണാൻ കാര്യമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതല്ല നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവത്തോടുള്ള ആ തേജസ്സേറിയ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. നമ്മൾ തന്നെയാണ് കൂരിട്ട് സമ്പാദിക്കുന്നത്. ആ നിത്യതയിൽ കർത്താവിനോട് കൂടെയല്ല, പിശാചിനോട് കൂടെയുള്ള ആ എവർ ലാസ്റ്റിംഗ് ഡാർക്ക്നെസ്സിലേക്ക് നമ്മൾ തന്നെയാണ് സമ്പാദിക്കുന്നത്. ദൈവം കാരണക്കാരനല്ല. ഇവിടെ നാം ഇവിടുത്തെ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളാ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നത്. ഇവിടെ സഹോദരനോട് പകയ്ക്കുമ്പോൾ അറിയാതെ തന്നെ ഞാൻ ഇരുട്ടിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ ഹൃദയം ഇരുളാൻ തുടങ്ങുകയാണ്. അവസാനം ഞാൻ പോകുന്നത് ആ എവർ ലാസ്റ്റിംഗ് ഡാർക്ക്നെസ്സിലേക്കായിരിക്കും. മനസ്സാവുന്നുണ്ടോ? ഇന്ന് ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് കർത്താവ് ജീവിച്ചതുപോലുള്ള ജീവിതത്തിന് വേണ്ടി വാഞ്ചിച്ചു. നാം വീടും ചാടി എഴുന്നേറ്റ് ഞാൻ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഞാൻ സമ്പാദിക്കുന്നത് ആ നിത്യമായ വെളിച്ചമായിരിക്കും. അത് നമ്മുടെ ജീവിതമാണ്. ഇവിടെയാണ് ആരംഭിക്കുന്നത്. എന്തും ഇവിടെ ആരംഭിക്കുന്നത്. പിന്നീട് ക്ലാസ് എടുത്തോളാം. അശുദ്ധിയും വിശുദ്ധിയും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്ന്. ജീവനും മരണവും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്ന്. നിത്യതയും സ്വർഗവും നരകവും ആരംഭിക്കുന്നത് ഇതിനകത്ത് നിന്നാണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തോളാം.
അതുകൊണ്ട് എല്ലാത്തിനും ആരംഭം ഇവിടെ വെച്ച് തന്നെ. അതുകൊണ്ട് ഈ ജീവിതത്തിന് വളരെ വിലയേറിയ പ്രാധാന്യമുണ്ട്. ഓരോ സെക്കൻഡും ഓരോ ദിവസവും ഓരോ സൺഡേ കൂട്ടായ്മയ്ക്കും നമുക്ക് വിലയേറിയ എന്താ പറയുക, അത്രയും മഹത്വമുണ്ട്. ജസ്റ്റ് വന്ന് പേര് എന്താ പറയുക അല്ലെ, പേര് ഒപ്പിട്ട് പോകാൻ വേണ്ടി അല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അത് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ പരാജയമായിരിക്കും. ഓക്കെ, കൊലോസ്യർ 1:13 പറയുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു, വെളിച്ചത്തിന്റെ രാജ്യത്തിൽ. വേറൊരു ഭാഗത്ത് പറയാ, ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചത് ആ അനന്ത നിത്യതയിൽ ക്രിസ്തു വെളിച്ചമായിരിക്കുന്ന അതിലേക്ക് കടക്കാൻ വേണ്ടിയാ. വീണ്ടും ആ വെളിച്ചത്തിലേക്ക് ആക്കി വെച്ചിട്ടും വീണ്ടും ഇരുട്ടിനെ തേടി പോയാൽ, യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തിൽ ഈ വാക്കുണ്ട്, 3-ാം അധ്യായത്തിന്റെ അവസാന വാക്കിലേക്ക് പറഞ്ഞു വരുമ്പോൾ അവിടെ വാക്ക് കാണാൻ കഴിയും, അവർ വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്ക് വലിയൊരു വാക്കാത്. നമ്മൾ ആ ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു, എന്തിനു വേണ്ടി വാഞ്ചിക്കുന്നു, എന്തിനു വേണ്ടി ദാഹിക്കുന്നു, അത് ഇവിടുത്തെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ ആ വെളിച്ചത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് അവിടെ ജീവിക്കാൻ വേണ്ടിയാ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അടുത്ത സാറ്റർഡേ അല്ലേ, നാളെയല്ല, അടുത്ത സാറ്റർഡേ നമ്മൾ ക്ലാസ് നിങ്ങൾ മുടങ്ങാതെ വരിക. കാരണം വെച്ചാൽ നമ്മളൊക്കെ പറയും മര്യാദക്ക് ജീവിക്കും ബ്രദറെ, മര്യാദക്ക് ജീവിക്കും ബ്രദറെ ഇതൊക്കെ പറയുന്നത് എല്ലാവരോടും അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയാനുണ്ട് മര്യാദക്കൊക്കെ ജീവിക്കണം അല്ലേ. നടക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ അല്ലേ. ദൈവത്തെ സ്നേഹിക്കും, മര്യാദക്ക് ജീവിക്കുക, സൺഡേ കൂട്ടായ്മ നടക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. നടക്കില്ല, ചുമ്മാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ പറ്റിയെങ്കിൽ ഇല്ല, ജാതികളും മര്യാദക്ക് ജീവിച്ചു പോയേനല്ലോ. പറ്റില്ല. അതിനാ ദൈവം നമ്മുടെ അകത്തൊരു വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഇന്നർ മാൻ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അകത്തെ മനുഷ്യൻ. നമ്മുടെ പുറമേയിട്ട് നന്നാവെന്ന് ഇവനെ പിടിച്ച് പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നന്നാവില്ല ഇത്. കാരണം ഇതിനെ ക്രൂശിലല്ലാതെ ഇതിന് വേറെ സ്ഥാനമില്ല. പിന്നെ നിങ്ങൾ നന്നാക്കിയായി പട്ടിയുടെ പാല് 12 കാലം കുഴലിട്ടാലും കുഴല് വളഞ്ഞു പോകത്തേ ഉള്ളൂ. പട്ടി അത് തന്നെ ഇത് സാധനം. പഴയ മനുഷ്യൻ. മാർഗങ്ങളുണ്ട്. നമുക്ക് ആ നിത്യത പ്രാപിക്കാനുള്ള ദൈവത്തിൻ്റെ മാർഗമുണ്ട്, മനുഷ്യൻ്റെ മാർഗമല്ല. മനുഷ്യൻ്റെ മാർഗം നന്നാവ് ബ്രദറെ, ബ്രദറെ ചർച്ച ബ്രദറെ, ദശാംശം കൊടുക്ക് ബ്രദറെ, അത് നടക്കില്ല. വെറുതെ മിണ്ടുന്നില്ലല്ലോ. എന്നോട് ദേഷ്യമുള്ള പോലെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നത്. അതിന് ദൈവം വെച്ച മാർഗമുണ്ട്. അകത്തെ മനുഷ്യനാൽ, ദൈവജീവനാൽ, അവനിലൂടെയാണ് പ്രവൃത്തി ആരംഭിക്കേണ്ടത്. ഇന്നർ മാൻ. എനിക്ക് ഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇവിടെയൊക്കെ പാടുന്ന ഒരു കാര്യവുമില്ല, വെറുതെ പണിയാന്ന് മാത്രമേ ഉള്ളൂ. അവസാനം നമ്മളെ വിട്ട് ഓടിപ്പോകും. എത്ര മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ചൊരു മനുഷ്യനുണ്ട്, മരണമില്ലാത്തവൻ. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനകത്തുണ്ട്. പാപം എന്തെന്നറിയാത്തവൻ, ലോകസ്നേഹം ഒട്ടുമില്ലാത്തവൻ, ദൈവത്തിന് അതേ സ്വരൂപവും സാദൃശ്യമുള്ളവൻ അകത്തുണ്ട്, നിങ്ങളുടെ അകത്തുണ്ട്. അവനെക്കുറിച്ച് നിങ്ങൾ ആദ്യം അറിയുക. അവന് വേണ്ടി അവനെ നമ്മൾ പൊക്കിയെടുക്കുക, അവനെ വളർത്തുക. ഇതാണല്ലോ. അല്ലാതെ നമുക്ക് നിത്യജീവങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടല്ല, നന്നാവില്ല. ഒരുപാട് നന്നാക്കാൻ നോക്കിയതല്ലേ ഇല്ലേ? ഒരുപാട് നന്നാക്കാൻ നോക്കും, എത്രയോ വർഷങ്ങൾ നോക്കിയത്, വല്ല നന്നായോ നമ്മളൊക്കെ? അതുകൊണ്ട് ദൈവം വെച്ച മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗത്തിലൂടെ നമുക്ക് കടന്നു പോകാം. വരും ദിവസങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അപ്പോൾ നമ്മളിനി ക്ലാസ്സിലേക്ക് ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ പഠിച്ചത് ആ നിത്യത എന്താണെന്നുള്ള കാര്യമാണ്. ഇതിന് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിട്ട് പോകാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ ആദ്യത്തെ ക്ലാസ് ആരംഭിച്ചത് ഈ ക്ലാസ്സാണ്. നമ്മൾ 7 മാസം മുമ്പ് ഞാൻ ആദ്യമായി കയറിയപ്പോൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ക്ലാസ്. ദൈവം ഏകനായിരിക്കുമ്പോൾ, സൂര്യനും ചന്ദ്രനുമില്ല, ഭൂമിയില്ല, നക്ഷത്രങ്ങളില്ല, സമൂഹങ്ങളിൽ ഒന്നുമില്ല. ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി, ഒരു ആഗ്രഹമുണ്ടായി. എന്താഗ്രഹം പറയൂ? ദൈവത്തിന് ഒരു പറ്റം പുത്രീപുത്രന്മാർ വേണം. ഞാൻ പറഞ്ഞു, സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, മനുഷ്യനില്ല, ഗ്രഹങ്ങളില്ല, ദൂതന്മാർ ആരുമില്ലാത്ത കാലഘട്ടത്തിൽ ഏകനായ ദൈവം വാക്കുകൾ കുറിച്ചിട്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ. ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം തോന്നി. എന്താഗ്രഹം? എനിക്ക് എന്നെപ്പോലെയുള്ള സ്വരൂപവും സാദൃശ്യവുമുള്ള ഒരു പറ്റം ദൈവകുഞ്ഞുങ്ങൾ എനിക്ക് വേണം. കാരണം ലേഖനം അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവിടെ വചനം പറഞ്ഞു, ദൈവം സ്നേഹമാകുന്നു. ചില ഭർത്താക്കന്മാർ കണ്ടോ, എൻ്റെ ഹൃദയം മുഴുവനും സ്നേഹമാപുറത്തേ, അവക്കൊട്ട് മനസ്സിലാകുന്നുമില്ല. ഈ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അത് വികാരങ്ങൾ, അത് പ്രകടിപ്പിക്കേണ്ട വികാരങ്ങൾ അതല്ല.
അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് എന്താ കാര്യം? അത് അനുഭവിക്കുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ പറയും ദൈവമേ നീ സ്നേഹവാനാണെന്ന് പറയും. നമ്മൾ അനുഭവിക്കാതെ നമ്മൾ എന്ത് പറയുക? ദൈവം സ്നേഹമാണ്, കൊള്ളാം. ആ 100 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുമോ? 1001 സ്തോത്ര ബലികൾ എന്നൊക്കെ പറഞ്ഞ് അല്ലേ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ പോയി അങ്ങനത്തെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. 1001 സ്തോത്ര ബലികൾ. യഹോവ നല്ലവൻ, യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു അല്ലേ, ശമ്പളം കിട്ടുമ്പോൾ നല്ലവൻ, 1-ാം തീയതി അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് 1001 വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ വാക്കുണ്ട്, തമിഴ്നാട്ടിൽ അല്ലേ, ആ സ്തോത്ര ബുക്ക്. പണ്ട് ഞാൻ ഹിന്ദു മതത്തിലായിരുന്നപ്പോൾ 1001 ബലി അങ്ങനത്തെ ഒരു, പറയാൻ പാടില്ല എന്നാലും പറയാം, അമ്മേ ഡാഷ് അമ്മ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. 1001 അവിടെയുണ്ട് ഈ പുസ്തകം. അതൊക്കെ ഈ ലോകത്തുനിന്ന് വന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ അതൊക്കെ? ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങളെ. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞു വന്ന അർത്ഥം. ഇതാ നിങ്ങൾ മനസ്സിലാക്കി. ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ മഹത്വം. ആ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിൻ്റെ വേഗത്തിൽ മുന്നിട്ട് കടന്നു പോകാം. ദൈവത്തിനൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം എന്താ? ഹിതം, ഇഷ്ടം. എന്താ? ദൈവത്തിന് ഒരു പറ്റം പുത്രിപുത്രന്മാർ വേണം. അതിനുവേണ്ടിയാണ് ദൈവം ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവം ഈ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഭൂമിക്കകത്ത് പറവജാതി, ഇഴജാതി, പക്ഷി, മൃഗാതി എല്ലാത്തിനെയും അല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടോ. ഈ പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ. ഒരിക്കൽ അബ്രഹാമിനോട് പറഞ്ഞു, തല ഉയർത്ത് നോക്ക്, നീ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ. എന്താ 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 യഹോവ അത് അബ്രഹാമിനോട് പറഞ്ഞത്? നമ്മൾ വിചാരിച്ചു ഓരോ ഗ്രഹങ്ങൾക്ക് പേരുണ്ടല്ലോ, രോഹിണി, എന്തൊക്കെയാ, കാർത്തിക. ഞാൻ പറഞ്ഞതല്ല, ഈ പുസ്തകത്തിലെ പേരാ, ബൈബിളിലെ പേരാ. ഓരോ നക്ഷത്രങ്ങൾക്ക് എന്ത് പേരിട്ടു? യഹോവയായി പറയുന്നതാ അല്ലേ? അതിവിടെ കേൾക്കുന്ന പോലെ ഇരിക്കും നിങ്ങൾ. ഓരോ ഗ്രഹങ്ങൾക്കും ദൈവം പേരിട്ട്, കാർത്തിക, രോഹിണി എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ. അതുകൊണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വാരി വിതറിട്ടു. അതിന് ഓരോ പേര് കൊടുത്ത്, കാർത്തിക, രോഹിണി, ലക്ഷ്മി അല്ലേ, എന്തൊക്കെയല്ലേ, ഉമ എന്നൊക്കെ പേര് കൊടുത്തു അല്ലേ. അങ്ങനെ ഹിന്ദുക്കൾ അതെടുത്തിട്ട് പറഞ്ഞു ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും അവർക്ക് ഓരോ നാളും പേരും കൊടുത്തു അല്ലേ, നാള്. പക്ഷെ അതൊന്നുമല്ല. അബ്രഹാമിനോട് നോക്കാൻ പറഞ്ഞു, നീ തലയുയർത്ത് നോക്ക്, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. നിന്നെ വിളിച്ചവൻ ഈ ഇത്രമാത്രം ഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാനാ. നിന്റെ സന്തതിയേക്കാൾ അതിനേക്കാൾ അപ്പുറമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്നെ വിശ്വസിക്കാം. മനസ്സാവുന്നുണ്ടോ? എന്തെങ്കിലും ചെറിയ കാര്യം കാണിച്ചിട്ടില്ല. അവനിൽ ജനിക്കാനിരിക്കുന്ന പുത്രന്മാരെക്കാൾ എത്രയോ അപ്പുറമാണ്, എത്രയോ അധികമാണ് സ്വർഗത്തിൽ ആകാശ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ. എന്തിനു വേണ്ടിയെന്നറിയാമോ? വിളിച്ചവൻ, അബ്രഹാമിന് വിളിച്ചവനുള്ള വിശ്വാസം ഇറക്കാൻ വേണ്ടിയാ. തലകുത്ത് നോക്കി, എണ്ണാൻ കഴിയുന്നില്ല. അതിനപ്പുറമാണ് വിളിച്ചവനുള്ള ശക്തി എന്ന് അബ്രഹാം അറിഞ്ഞു. അതുകൊണ്ട് അബ്രഹാമിൻ്റെയൊക്കെ ജീവിതം വിശ്വാസത്തിൽ ഓട്ടമോടി തീർത്തതൊക്കെ ഞാൻ വിടുകയാണ്, നമ്മുടെ വിശ്വാസമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം താൻ എല്ലാം ഉണ്ടാക്കിയത്. 2 Corinthians 6 പഠിപ്പിക്കുന്നു, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്നാണ് തോന്നുന്നത് അല്ലേ. നാം ജീവനുള്ള ദൈവത്തിന് ആലയമല്ലോ, നാം അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർക്ക് ജനവുമാകും. എന്നിട്ട് പറയാ, എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വേർപെട്ട ജീവിതം നമ്മോട് പറയുക, നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന്, സമ്പ്രദായങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ വിട്ടുമാറി വാ. എന്തിനു വേണ്ടിയാ? നിങ്ങൾ പഴയ ജാതീയ സമ്പ്രദായവും ഓണവും ഉത്സവങ്ങളും ആചാരങ്ങളും അല്ലേ എല്ലാം വലിച്ചെടുത്ത് നിങ്ങൾ മാറി വാ. എന്തിനു വേണ്ടിയാ? നിങ്ങളെ ഞാൻ പുത്രിമാരായി വിളിച്ചിരിക്കുന്നു. എങ്ങോട്ടാ? അനന്തത്തിലേക്ക്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ജീവിതം ഈ ആയുസ്സിൽ ഇവിടെ വെച്ച്, അവിടെ പോയിട്ടല്ല, ഇവിടെ വെച്ച് നിങ്ങൾ വേർപെട്ടിട്ട് എന്ത് ചെയ്യണം? എന്നോടുകൂടെ നടക്കാൻ തുടങ്ങണം. ഈ പ്രത്യാശയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രന്മാരാകാൻ വേണ്ടിയാണ് അല്ലേ. ഇവിടെ അങ്ങനെ വാക്ക് വെളിപ്പാട് 21-ാം വാക്യത്തിലുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് പുത്രന്മാർ, ഞാൻ നിങ്ങൾക്ക് ദൈവവും അല്ലെങ്കിൽ പിതാവും, നിങ്ങൾ എനിക്ക് പുത്രന്മാരില്ല സ്വർഗത്തിൽ. ഇവര് വെറുതെ അല്ലേ.
സ്വർഗത്തിൽ പുത്രിമാരില്ല. സഹോദരന്മാരെ കണ്ണൊക്കെ വീണ്ടും തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞതാ. സ്വർഗത്തിൽ പുത്രന്മാരേ ഉള്ളൂ, ഞങ്ങളേ ഉള്ളൂ. മീശില്ലല്ലോ ഇനിയല്ലേ, ഞങ്ങളേ ഉള്ളൂ, പുത്രിമാരില്ലെന്ന്. ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ എല്ലായിടത്തും പഠിച്ച് തിരിച്ചു മറിച്ചെടുത്ത് പഠിച്ചു നോക്കിയോ, സ്വർഗത്തിൽ പുത്രിമാരില്ല. ഇന്ന് മിണ്ടാതിരിക്കുന്നത് വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെന്നേ, പുത്രന്മാർ മാത്രമേ ഉള്ളൂ ദൈവത്തിന്. തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്തിട്ട് അനേക പുത്രന്മാരെ അവൻ വിളിക്കുക സ്വർഗത്തിലേക്ക്, ആ ആനന്ദമായ നിത്യതയിലേക്ക് പുത്രന്മാരെ. അപ്പൊ പുത്രിമാരില്ലേ? അങ്ങനെയെങ്കിൽ എന്തിനാ ഭൂമിയിൽ സ്ത്രീയെയും പുരുഷനെയൊക്കെ ദൈവം സൃഷ്ടിച്ചത്? നമ്മുടെയൊക്കെ വിചാരം നമുക്ക് അറിയാത്തതുകൊണ്ടത്. നോക്കിയേ, സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ പുത്രൻ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസം ഈ ഭൂമിക്കകത്ത് മാത്രമേ ഉള്ളൂ. എങ്ങനെ? അവയവങ്ങൾക്ക് വ്യത്യാസം. ഈ ഭൂമിക്കകത്ത് സ്ത്രീയും പുരുഷനും രണ്ടായി വേർതിരിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ കാര്യങ്ങളുണ്ട്, അതിന്റെ വെളിപ്പാട് വേറെയുണ്ട്, അത് വേറെ കാര്യം അല്ലേ? അവയവങ്ങൾക്ക് മാത്രം വ്യത്യാസം. അതെന്തിനു വേണ്ടിയായിരിക്കും? ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ആ പുരുഷനേക്കാളും അവയവങ്ങൾക്ക് വ്യത്യാസം കൊണ്ട് എന്തിനാ സൃഷ്ടിച്ചത്? പറ നിങ്ങൾ. ഇത്ര ജീവദായകം എന്ന് പറയാൻ മനസ്സിലായില്ലത്. പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു പറയാൻ പറ്റുമോ? തലമുറകൾ ആരോ പറഞ്ഞു വിടുന്നത്? ദൈവ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ പെറ്റുപേര് 5 കാര്യങ്ങളാ മനുഷ്യരോട് പറഞ്ഞു. എന്തൊക്കെയാണെന്നറിയാമോ? സന്താനപുഷ്ടിയുള്ളവരായി. ചെറിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രൂട്ട്ഫുൾ എന്ന വാക്ക്, നല്ല വാക്ക് അതാണ്. സന്താനപുഷ്ടിയുള്ളവരായി, പെരുകി, നിറഞ്ഞ്, അടക്കി വാഴുക. ഈ 2 കാര്യം ഇപ്പം ഇല്ല. അടക്കുക, വാഴുക ഇപ്പം ഇല്ല. ഇപ്പം എന്താ അറിയാമോ? സന്താനപുഷ്ടിയുള്ളവരായി, ഇത് അല്ലേ? എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ പ്രൊജക്റ്റ് ഭൂമി മുഴുവനും നിറയാൻ വേണ്ടി വെച്ചിരിക്കുക. ഈ പ്രൊജക്റ്റിൽ അതിനുവേണ്ടി മാത്രമാണ് അവയവങ്ങൾക്ക് വ്യത്യാസം വെച്ചുകൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. അല്ലാതെ ഇവിടം വിട്ടാലുണ്ടല്ലോ നമ്മളൊക്കെ മക്കളാ, പുത്രന്മാരാ. സഹോദരിമാർക്ക് ഇഷ്ടമില്ലെന്ന് പറയാ. നമ്മളൊക്കെ ഒക്കെ ഉണ്ടാകും അവൻ്റെ പുത്രന്മാരായിട്ട്. ഒക്കെ വിടുകയാ. ഒരുപാട് വാക്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. ആ അനന്ത നിത്യതയിൽ, വരാൻ പോകുന്ന ഭാവികാല നിത്യതയിൽ ദൈവം തന്റെ കൂടാരത്തിൽ വസിക്കാൻ പോകുന്ന ആരുടെ കൂടെയെന്നറിയാമോ? നമ്മോട് കൂടെയാ. ദൈവത്തിന്റെ മക്കളായി അവന്റെ സ്വരൂപവും സാദൃശ്യവും പ്രാപിച്ചുകൊണ്ട് ഓൾറെഡി സ്വരൂപവും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട അകത്തൊരു മനുഷ്യനുണ്ട്. ഇതാരുടെ സ്വരൂപാന്നറിയാമോ? ഇത് ആരുടെ സാദൃശ്യത്തിലാ? ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനോട് പറഞ്ഞു, ആദമേ നിന്നെ ഞാൻ എൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആദമിന് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമായിരുന്നു. സ്വരൂപമായി സാദൃശ്യം, ഓക്കെ, 3 ഭാഗങ്ങൾ വിടുക, സാദൃശ്യമായിരുന്നു. എന്നാൽ പാപം ചെയ്ത ശേഷം ഷേത്തിനെ ജനിപ്പിക്കുമ്പോൾ ആദമിന്റെ സ്വരൂപത്തിൽ ആര് ജനിച്ചെന്നാ പറയുന്നത്? എടുക്കണോ? അതൊക്കെ സമയം കളയില്ല. അതുകൊണ്ടാ ആദമിന്റെ സ്വരൂപത്തിലാണ് ആര് ജനിച്ചത്? നമ്മളൊക്കെ. അതുകൊണ്ടാ നമ്മുടെയൊക്കെ സ്വഭാവത്തിന് ആദമിന്റെ ചൊവ്വയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ സ്വരൂപമുള്ള ഒരു സൃഷ്ടിപ്പകത്തുണ്ട്. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്താ അവന്റെ സ്വരൂപം? എഫേസ്യർ 4:23-24 വാക്യം എന്താ? നീതിയും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വാക്യങ്ങൾ ഓടി വരണം. ഇവിടെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തേക്ക് ഓരോ ഇണവചനങ്ങൾ, നല്ല വാക്ക് അല്ലേ, ഇണവചനങ്ങൾ ഓടി വന്നാൽ നിങ്ങൾ യഥാർത്ഥമായ റൂട്ടിലേക്ക് വീണു. കഴിഞ്ഞു. ഇപ്പൊ വചനം വായിക്കുമ്പോൾ ഒരു വാക്യം വായിച്ചു അല്ലേ, മഹാശബ്ദമുണ്ടായി, ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഇണവചനങ്ങൾ, കേട്ട വചനങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ അർത്ഥം. ഓക്കെ, മുന്നോട്ട് കടന്നു പോകാം. അവൻ അവരോട് വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല. അപ്പോൾ ഇവിടത്തെ കുറിച്ചല്ല, ഇവിടെ മരണമുണ്ടല്ലേ? 1000 ആണ്ടിലും മരണമുണ്ട്. ഉണ്ടോ?
അല്ലേ? അന്ന് ആയുസ്, ബാലന്റെ ആയുസ് 100 വയസ്സാണ്. അപ്പുറത്തെ വീട്ടിലെ ബാലനെ കുറിച്ചല്ല പറയുന്നത്, അല്ലേ? മനുഷ്യനെ കുറിച്ച് പറയാ. 100 വയസ്സായാലും അവനെ ബാലനെ വിളിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ 1000 ആണ്ടിൽ എന്തുണ്ട്? മരണമുണ്ട്. അപ്പൊ മരണമെന്ന് പറഞ്ഞ ശാവും പോയിട്ടില്ല. 1000 ആണ്ടിലും ക്രിസ്തു ഈ ഭൂമിയിലെ ഭരിക്കുമ്പോഴും, ഞാൻ ഈ പറയുന്നത് ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ചിന്തകൾ പൊങ്ങി വരണം. എപ്പോഴും ഇങ്ങനെ സ്പൂൺ ഫീഡിങ് അല്ല. ഓരോ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് പല കാര്യങ്ങൾ ഓടി വരണം. അകത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരണം ഇടവചനങ്ങളൊക്കെ ഓരോന്നായിട്ട്. ഓക്കെ, വിടുക. അപ്പോൾ ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ആ പുതിയ അനന്തമായ നിത്യതയെ കാര്യമാണ് പറയുന്നത്. ഒന്നാമത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുൾ ചെയ്തത് സംഭവിച്ചു തീർന്നു. ദൈവത്തിൻ്റെ സകല പ്രൊജക്റ്റും, എല്ലാ പ്രൊജക്റ്റും 7000 വർഷം ഈ ഭൂമിക്ക്, 5 ഭൂമിയുണ്ട്, അതിൽ ഈ ഭൂമിക്കകത്തുള്ള സകല പ്രൊജക്റ്റും ദൈവത്തിൻ്റെ സ്വപ്നം, ഇല്ലേ? ലൂക്കോസ് 2:47 12 വയസ്സുള്ള ബാലനായ യേശു യെരൂശലേമിൽ ദേവാലയത്തിൽ പോയി കാണാതെ അപ്പനെ അമ്മയൊക്കെ തിരിച്ചുപോയി, വഴിയാത്ര വെച്ച് കണ്ടില്ല, മോനെ കണ്ടില്ല. തിരിച്ച് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശു, 12 വയസ്സുള്ള യേശു അന്നാദ്യമായി, അല്ലേ, മറിയ ചോദിക്കുന്നു, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവിടെ യേശു 12 വയസ്സുള്ള ബാലനായി യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ഇംഗ്ലീഷിൽ പറയുന്നു, ഞാൻ ഫാദേഴ്സ് ബിസിനസ്സിൽ ഇരിക്കേണ്ടതല്ലയോ? ഈ ഭൂമിക്കകത്തുള്ള പിതാവിന്റെ ബിസിനസ് എന്താ? ബിസിനസ് ദൈവത്തിന് ഒരുപറ്റം പുത്രിപുത്രന്മാരെ, അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരെ ദൈവത്തിന്റെ പുത്രിമാരാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പ്രൊജക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അത് സംഭവിച്ചു തീർന്നു. അതാണ് ദൈവത്തിന്റെ സകല പ്രൊജക്റ്റും സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. എന്നിട്ടാ പറയുന്നത് ജയിക്കുന്നവൻ, 7-ാം വാക്യം, ജയിക്കുന്നവൻ. അപ്പൊ തോക്കുന്നവൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. തോക്കുന്നവനെ കുറിച്ചാണ് അടുത്ത വാക്യം, 8-ാം വാക്യം പറയുന്നത്. ഇവിടെ ഇതിലുണ്ടായില്ല, ബൈബിളുണ്ട്, നിങ്ങളുടെ ബൈബിളിൽ കാണാൻ പറ്റും. ജയിക്കുന്നവനെ കുറിച്ച് പറയുക. എന്ത്? ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി ലഭിക്കും. ഏത്? എന്താ ലഭിക്കാൻ പോകുന്നത്? ഞാൻ അവന് ദൈവം, അല്ലെങ്കിൽ പിതാവായിട്ടും അവൻ എനിക്ക് മകനുമായിട്ടും ദൈവം നമ്മെ മാറ്റുകയാണ്. എന്നിട്ടാണ് അടുത്ത വാക്യം 8-ാം വാക്യം പറയുന്നത്, വീരുക്കൾ അടക്കപ്പെട്ടവർ പറയലേ, കുറെ വാക്യമുണ്ട്. അവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല, തോൽക്കുന്നവർ. ഇത് ജയിക്കുന്നവർ. അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു ഓട്ടമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. നമ്മുടെയൊക്കെ വിചാരം കർത്താവ് നമ്മളെ രക്ഷിച്ചു, അവൻ അവിടെ എത്തിച്ചോളും. ശരി തന്നെയാ. പക്ഷെ എന്തുണ്ട്? നമ്മുടെ വിശ്വാസത്തിന് പോരാട്ടമുണ്ട്. പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ജീവിതമുണ്ട്. അകത്ത് ജഡചിന്തകൾ പൊങ്ങി വരുമ്പോൾ ആ ജഡത്തിനെതിരെ ഒരു പോരാട്ടമുണ്ട്. ലോകമോഹങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിനെതിരെ പോരാട്ടമുണ്ട്, അല്ലേ? യെസ്, അതിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോ. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവർ എനിക്ക്. അപ്പൊ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1:26, അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ്. അത് നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? അടുത്തെന്താ? അടക്കി വാഴുക. വാഴ്ച എന്ന് എവിടെയില്ല. ഇന്ന് ഒരുപാട് ക്രിസ്തീയ കോളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ രാജാവിന്റെ മക്കളാ, വാഴുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു. അല്ലേ? അല്ല. അതിനെക്കുറിച്ച് വരുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കും. നമുക്കുള്ള വാഴ്ച ആരംഭിക്കാൻ പോകുന്ന 1000 ആണ്ടില. ഇപ്പോൾ വാഴുന്നുണ്ട് ആത്മമണ്ഡലങ്ങളിൽ, പൈശാചിന് നേരെ, ആത്മാവിൻ്റെ കാര്യങ്ങളാ, ആത്മലോകത്തെക്കുറിച്ചാ. അക്ഷരികമായ വാഴ്ചകൾ ആരംഭിക്കാൻ പോകുന്നത് 1000 ആണ്ടില, അല്ലേ? യൂതയിൽ പറയുന്നില്ലേ, ഹാനോക്ക്, പ്രവാചകനായ ഹാനോക്ക് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ 1000 അല്ലേ വിശുദ്ധന്മാരുമായി ഇതാ കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നു. അവിടെ ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ വാഴ്ചയുടെ ആരംഭം. നമ്മൾ തൊട്ട് മുമ്പ് ഒരു വാക്യം വായിച്ചായിരുന്നു, വെളിപ്പാട് പുസ്തകം 22:5. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പ് വായിച്ചായിരുന്നു, അല്ലേ? എന്താ? നമ്മൾ ആ പുതിയ ഭൂമിയിൽ നിത്യ രാജാക്കന്മാരായിരിക്കും അവിടേക്ക്. ഞാൻ വിടുകയാണ്. അപ്പം അതുകൊണ്ട് ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായി തീരുന്ന ആ വലിയ അനന്തമായ നിത്യം വരാൻ പോകുന്ന, ലഭിക്കാൻ പോകുന്ന വാക്തത്വങ്ങളാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. തരാം വാക്തത്വം തരാം. ചിലർക്ക് പറയില്ലേ, ഈ ആയുസ്സിൽ മക്കളിലൂടെ ഒരു ഉദ്ധാരണം തരാമെന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ പറയും.
കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മക്കളിലൂടെ ഒരു ധാരണ ലഭിക്കാൻ പോകുന്നു അല്ലേ? ഒരുപക്ഷെ ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് കാണിപ്പാലിക്കുന്ന ദേശം തരാമെന്ന് പറഞ്ഞു. ഏതാണ്? കനാൻ ദേശം. അബ്രഹാം കനാൻ ദേശത്തിൽ പോയി അവിടെ പാർത്തു, എന്നിട്ടും ദൈവം കൊടുത്തു. അപ്പൊ ദൈവം വാക്ക് മാറിയവനല്ലേ? ദൈവം വാക്ക് മാറിയില്ലേ? എന്തും ഉണ്ടായിരിക്കും നിങ്ങൾ. ഞാൻ കാണിപ്പാനിക്ക് ദേശം നിനക്ക് തരാമെന്ന് പറഞ്ഞോ? 12-ാം അധ്യായത്തിൽ, 12-ാം അധ്യായത്തിൽ, ശരിയല്ലേ? അബ്രഹാമൊക്കെ അവിടെ പോയി കനാലിൽ പോയി പാർത്തു, എന്നിട്ടും ദൈവം കൊടുത്തോ? കൊടുത്തില്ല. ഒരിടം പോലും. ആരൊക്കെ ഒരു കൊശവൻ, അങ്ങനത്തെ പേരിട്ടിട്ട് പറയാ, അവന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഒരു നിലം മേടിച്ചു സാറെ അടക്കാൻ വേണ്ടി. ആകെ ഭൂമിയിൽ ഉണ്ടായിരുന്നത് 1 സെന്റ് പോലും 4 സെന്റ് അല്ലേ? അത്രയേ ഉള്ളൂ. 1/2 സെന്റ് ഭൂമിയാ. 1/2 സെന്റ് പോലും ഉണ്ടാകുന്നത്. ഇവ അടക്കാനുള്ള ഏതോ ഒരു മനുഷ്യൻ്റെ ഒരു ജാതിയുടെ പേര് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ചെറിയ ഭൂമി വാങ്ങി. എന്തിനു വേണ്ടിയാ? അബ്രഹാമിന്റെ ഭാര്യ അടക്കാൻ വേണ്ടി. വാഗ്ദത്തം പറഞ്ഞിട്ട് കൊടുത്തോ? കൊടുത്തില്ല. ആർക്ക് കൊടുത്തു? തലമുറകൾ എത്രയോ കഴിഞ്ഞു. ഇസാക്ക് ജനിച്ചു, മരിച്ചു. യാക്കോബ് ജനിച്ചു, മരിച്ചു. യാക്കോബിന്റെ 12 മക്കൾക്ക് അവകാശമായി കൊടുത്തു. അപ്പോൾ ഈ ലോകത്തിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നോക്കിയേ, ഇതല്ല നമ്മുടെ യഥാർത്ഥമായി ശാശ്വത ഭൂമി. അവിടെയാ അല്ലേ? ആരെങ്കിലൊക്കെ പറയും, നിങ്ങൾക്ക് ദൈവം ഒരു വീട് ഒരുക്കിയിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ സ്തോത്രം അല്ലേ? ദൈവം നിങ്ങൾക്ക് കാർ തരാൻ പോകുന്നു, കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ സ്തോത്രം അല്ലേ? അത്രേ ഉള്ളൂ. അതല്ല നിലനിൽക്കുന്ന അവകാശങ്ങളും നന്മകളും സ്വർഗമാണ് നമ്മുടേത്. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-27 വാക്യം പറയുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എന്നിട്ട് വാക്യം 27 പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമനെ സൃഷ്ടിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷ ഭാഗം 3-ാം അധ്യായം ലാസ്റ്റ് വാക്യം പറയുന്നുണ്ട്. എന്നറിയാമോ? വംശാവലിയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആദമിനെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? വായിച്ചിട്ടുണ്ടോ? എന്താ? ആദം ദൈവത്തിന്റെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ. ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ആ മകൻ എന്ന പദവി ആദം തള്ളിക്കളഞ്ഞിട്ട് ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. വീണ്ടും ദൈവം തന്റെ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു ക്രിസ്തുവിലൂടെ. എന്തിനു വേണ്ടിയാ? പുത്രന്മാരെ ഒഴിവാക്കി. അതാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞത്, ജയിക്കുന്നവൻ ഇതവകാശമായി തീരും. ഉൽപ്പത്തി പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പാടിൽ അവസാനിക്കുക. എന്താ? നാം അവന്റെ മക്കളായി തീരുന്ന വലിയ പ്രൊജക്ട്. ഇത് ഹൃദയത്തിന് മാഞ്ഞു പോകരുതേ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ. അങ്ങ് ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ സമയം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു വെളിപ്പാട് അകത്തില്ലാതെ ഏത് വചനം പഠിച്ചാലും കാര്യമില്ല. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ പുത്രനും പുത്രിയാകാൻ വേണ്ടിയാ. ഗലാത്യലേഖനം 4-ാം അധ്യായം 5-7 വാക്യം വായിക്കുമ്പോൾ 7-ാം വാക്യം മാത്രം വായിക്കാം, 5-ാം വാക്യം വായിക്കാം. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ അവൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആ പഴയ നിയമത്തെ ഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനം എൻ്റെ ഓർമ്മ ശരിയായിട്ട് 4-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മോശ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്ത ദാസൻ. അബ്രഹാം ദൈവത്തിൻ്റെ ദാസൻ. ഹാബേൽ തുടങ്ങിയുള്ള പ്രവാചക ഭക്തന്മാരെല്ലാം ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശം ദാസത്വമല്ല. വാക്യം 7-ാം വാക്യം പറയുന്നു, അങ്ങനെ നിങ്ങൾ ഇനി ദാസനല്ല. നമ്മുടെ ദാസപ്രദനെ കുറിച്ചല്ല പറഞ്ഞത് അല്ലേ? ദാസനല്ല, പിന്നെന്താ? പുത്രന്മാർ. ഇതാ ദൈവത്തിന്റെ പ്രൊജക്ട്. ഇത് നമ്മുടെ അകത്തെ കയറിയ മതിയാകത്തുള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ കാൺമീൻ, നാം പെന്തക്കോസുകാരെന്ന് വിളിക്കപ്പെടാനല്ല, ഞാൻ ന്യൂ ലൈഫുകാരെന്ന് വിളിക്കപ്പെടാനല്ല, അല്ലെ ഞാൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പേരുണ്ട്, ന്യൂ ലൈഫുകാരെന്നല്ല, ക്രിസ്ത്യാനി എന്ന് നമ്മുടെ പേരല്ല, പെന്തക്കോസുകാരെന്ന് ഒട്ടുമല്ല നമ്മുടെ പേര്. അതൊക്കെ അനുഭവങ്ങളാണ്, നമ്മുടെയൊക്കെ അനുഭവങ്ങൾ. പെന്തക്കോസ് അനുഭവമുള്ളവനാണ് ഞാനും നിങ്ങളും അല്ലേ? ക്രിസ്ത്യാനിയാ എങ്ങനെ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ പെന്തക്കോസുകാരെന്ന് വിളിക്കപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ വിളിച്ച പേരുണ്ട്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ആത്മാവിന് തുടിപ്പുണ്ടോ? അകത്തെ മനുഷ്യൻ തുടിപ്പുണ്ടോ?
കാരണം അകത്ത് വീണ്ടും ജനിച്ചിട്ടുണ്ടൊരുത്തൻ, ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നാം ദൈവത്തിൻ്റെ അവകാശിയായി മാറുക. പിതാവിൻ്റെ അവകാശം ആർക്കുമാണ് ഉള്ളത്? ഞാൻ പറയുക, എനിക്ക് ഇച്ചിരി വസ്തുവകകളുണ്ടെന്ന് വിചാരിച്ചോ, ഇല്ലേ? ഒരു വീടുമുണ്ട്, എന്തെങ്കിലും കാറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, ആര് കിട്ടും? നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന്. രാജുവിന് എൻ്റെ കൂടെ നടക്കുന്ന രാജീവാണല്ലോ. രാജു പറയുക, ഞാൻ എപ്പോഴും പാസ്റ്ററിനോട് നടന്നതല്ലേ. രാജുവിൻ്റെ മക്കളൊന്ന് പറയുക, പാസ്റ്റങ്ങളെ എനിക്ക് ആ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുമോ? അല്ലേ? നിങ്ങൾ പറ. എൻ്റെ മക്കളോ നിങ്ങളുടെ വീട്ടിൽ ചോദിച്ചാൽ സ്ഥലം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്? അവകാശം എന്തുകൊണ്ട് അവകാശമായില്ല? മക്കളല്ലേ, എങ്ങനെ മക്കളാകും? ചോദ്യം വീണ്ടും വീണ്ടും വരും. നമ്മൾ എങ്ങനെയാ മക്കളാകുന്നത്? എൻ്റെ സ്വത്തിൻ്റെ അവകാശി എൻ്റെ മക്കളാകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അവരെല്ലാം എൻ്റെ ചോരയിൽ ജനിച്ചത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ രക്തത്താൽ പിറന്ന മക്കളാണ്. അതുകൊണ്ടാ അത് നമുക്ക് വിദൂരമല്ല. ആ അനന്തദ്വൈതയിൽ അവിടെ ചെല്ലുമ്പോൾ അപ്പൻ്റെ സ്വത്തിന് അവകാശിയായി മാറുകയാണ്. അതുകൊണ്ടാ യേശു കർത്താവ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനം നയിക്കുന്നത് പോലെ നിങ്ങളും ജയിച്ച് നിങ്ങൾ ഭൂമി ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ജയിച്ചാൽ പുതിയ ഭൂമി പോയി ജീവിച്ചു, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസനം സ്വർഗീയ സിയോൻ. മനസ്സാവുന്നുണ്ട്? അതിന് കീഴേ വരുന്ന പുതിയ യെരൂശലേമും പുതിയ ആകാശങ്ങളും പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയൊക്കെ അതിന് താഴേക്കുള്ള മാർഗങ്ങളാണ്. അകത്ത് ആഗ്രഹമൊക്കെ വന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം രണ്ടാമൊക്കെ പറയാ, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അപ്പോൾ ആയോ? ആയി. ഇനി കർത്താവ് വരുമ്പോൾ ആകുമോ? ഇവിടെ പറയുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ വിശ്വാസത്താൽ മുറുകെ പിടിച്ചുകൊണ്ട് ഓടണമെന്നായി പറഞ്ഞു വരുന്നത്. ഞാനിത് പറയാൻ പോയ സമയം ഒരുപാട് പോകും. മനസ്സിലാവുന്നുണ്ടോ? നാം ദൈവമക്കളാണോ? അകത്ത് ദൈവത്തെ ജനിച്ചിട്ടുണ്ട്. ഇവിടെ ന്യൂ ബർത്തിനെ കുറിച്ച് പിന്നെ എടുക്കുമ്പോൾ ഞാൻ എടുത്തോളാം. അതിനെക്കുറിച്ച് അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? അകത്തുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ? നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ വിശ്വാസത്താലാണ് നാം ദൈവമക്കളായിരിക്കുന്നത്. വിശ്വാസം നഷ്ടമായാലോ? വിശ്വാസം നഷ്ടമായാലോ? പറ. അതുകൊണ്ടാ നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസം ഏറ്റുപറഞ്ഞ് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതം പോരാട്ടമുള്ള ജീവിതമാണ്. ഇവിടെ വന്നതുകൊണ്ട്, സൺഡേ ഇവിടെ വന്നതുകൊണ്ടും ഇവിടുത്തെ റെക്കോർഡ് ബുക്കിൽ പേരുള്ളത് കൊണ്ടൊന്നും ഞാൻ ഉള്ള കാര്യം പറയാം. അവിടെ പോകാൻ ഇവിടെ കിട്ടത്തില്ല കേട്ടോ. ഇവിടുത്തെ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ എഴുതി ഫോട്ടോയും കൊടുക്കാം. രാജുവൊക്കെ പ്രാവശ്യം പറഞ്ഞ് ഫോട്ടോ താന്നൊക്കെ പറഞ്ഞില്ലേ. മക്കൾക്ക് വിവാഹാലോചന കിട്ടാൻ വേണ്ടിയല്ല. ആ ഫോട്ടോ ഉണ്ടായാലും ആ പുസ്തകത്തിൽ രജിസ്ട്രി പേര് കിട്ടിയാലും അത് കിട്ടണമെങ്കിൽ ആ വിശ്വാസം പോരാടി വിശ്വാസം ഏറ്റു പറഞ്ഞ് ഇവിടെ മരിക്കണം. അവസാന ശ്വാസം വരെ. ഏതിനു വേണ്ടിയാ? അതിനു വേണ്ടിയാ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷ ഭാഗം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, എന്താ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് രണ്ട് കാര്യങ്ങൾ. അവനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈ വിശ്വാസം അവസാനം വരെ സൂക്ഷിക്കുക. അപ്പോൾ നാം അവൻ്റെ മക്കളായി തീരും. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ എടുത്തോളാം. ദൈവം നമ്മളെ ദത്തെടുത്ത് പുത്രന്മാരാക്കുക എന്നാണ് എഫേസ്യരിൽ എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്. ദത്തെടുത്ത് പുത്രനാക്കുക. ഹുയോസ് എന്ന ടെക്നോ എന്നൊക്കെ പറഞ്ഞ പല ഗ്രീക്ക് വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് പിന്നീട് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഹുയോസ് ജനിച്ച കുഞ്ഞിനെ കുറിച്ചല്ല, പക്വത പ്രാപിച്ച കുഞ്ഞിനെ കുറിച്ച്. അതുകൊണ്ടാണ് യേശുവിനെ 33 വയസ്സ് തകർത്ത് കളഞ്ഞത്. തികഞ്ഞവനായ സമയം. ഒരു മനുഷ്യൻ തികഞ്ഞവനാകുന്നത് 6 വയസ്സ് 2 വയസ്സുള്ളപ്പോഴും 3 വയസ്സുള്ളപ്പോഴും അല്ല. എപ്പോഴാണ് തികഞ്ഞവനാകുന്നത്? പിതാവിനെ കുറിച്ച്, അവൻ്റെ പിതാവിൻ്റെ മഹത്വം അറിയുമ്പോൾ, അവൻ്റെ സമ്പത്തിനെ കുറിച്ച് അറിയുമ്പോൾ, മീൻസ് ഞാൻ പറഞ്ഞത് അവകാശങ്ങളെയും വാഗ്ദത്തങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനമത്തെക്കുറിച്ച് അറിയുമ്പോൾ, അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുമ്പോഴാണ് യഥാർത്ഥമായി അവൻ പുത്രനാകുന്നത്. ഞാൻ വിഷയം വിട്ടാൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, പേടിക്കുന്നേ വേണ്ട. എന്തോ ഈ അബ്ബാ പിതാവ് എന്നൊരു വാക്യം ബൈബിളിലുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അബ്ബാ എന്താ അർത്ഥം? അബ്ബാ
അപ്പുറത്ത് പറയുന്നത് പിതാവേ. യേശു വിളിക്കുന്ന പേരാ പിതാവേ, ഞാനും നീ ഒന്നായിരിക്കും എന്നൊക്കെ പറയും. പിതാവേ പിതാവേ. ഇവിടെ അബ്ബാ അബ്ബാന്ന് വിളിക്കുന്നത് ഒരു ശിശുവാണ്. എനിക്ക് എന്താ സിർലാക്ക് താ അബ്ബ എന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്തിരി പാലുതാ. ഒരു കുഞ്ഞ് അപ്പനോട് ചോദിക്കുന്ന വാക്ക് അബ്ബാ ഇല്ലേ? എന്നാൽ പക്വത പ്രാപിച്ച് ഇത്തി പുരുഷത്വം പ്രാപിച്ച് അപ്പനെ കുറിച്ച്, അപ്പൻ്റെ ബിസിനസ്സിനെ കുറിച്ച്, അപ്പനെ കുറിച്ച് അറിയുന്ന ഒരു മകൻ അബ്ബാ എന്നല്ല വിളിക്കുന്നത്, പിതാവേ. അതാണ് യേശുവിൻ്റെ ജീവിതമൊക്കെ പഠിച്ചാൽ അവൻ്റെ വാക്കിന്മേലൊക്കെ ആ പക്വത കാണാൻ കഴിയും. അറിഞ്ഞോ? മനസ്സിലായോ? നമ്മൾ ഇന്ന് കർത്താവേ താ കർത്താവേ താ എന്നൊക്കെ പറഞ്ഞ് തരണമേ എന്നൊക്കെ പറഞ്ഞുള്ള അതൊക്കെ നമ്മൾ തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശിശുത്വമാ. അബ്ബാ വിളിക്കുക. അബ്ബാ എന്ന് പറയുന്ന കാലഘട്ടമാണ് നമ്മുടേത്. എത്ര ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് 5, 10, 15, 25, 30 വർഷമായാലും തരണമേ മേ എന്നൊക്കെ പറഞ്ഞ് ആട് കരണ പോലെയൊക്കെ കരഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ശിശുത്വ അബ്ബാ എന്ന് വിളിക്കുന്ന ശിശുത്വ കാലഘട്ടമാ. പക്വത പ്രാപിച്ച് യേശു പുരുഷത്വം പ്രാപിച്ച് നമ്മുടെ അപ്പനെ കുറിച്ചുള്ള അറിവും, അപ്പൻ ആരാണെന്നും എന്തിനാണെന്നും ഈ ഭൂമിക്കകത്ത് അപ്പൻ്റെ ബിസിനസ് എന്താണെന്നും നമ്മുടെ ജീവിതം ഇനി ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുവെന്നും എൻ്റെ ശ്വാസം അസ്തമിച്ചാൽ ഞാൻ എവിടെ പോയി എത്തിച്ചേരുമെന്നുള്ള കുറിച്ച് അറിവ് വരുമ്പോഴുണ്ടല്ലോ, അവിടെ എനിക്ക് ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല, വാക്തത്വങ്ങൾ ഭൂമിയിലെ വാക്തത്വങ്ങൾ തന്നാലും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പിതാവേ ഞാനിതാ അങ്ങയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നു. കാരണം ആ അനന്തമായ നിത്യതയെക്കുറിച്ച് എൻ്റെ പ്രത്യാശ എൻ്റെ ഹൃദയം അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഹൃദയം പറഞ്ഞിട്ട് ഈ ലോകത്തുനിന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഹൃദയം ഓരോ ദിവസം പറഞ്ഞ് മുകളിലേക്ക് പൊങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിടുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഇത് വെച്ചിട്ട് വേണം നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യം പഠിക്കുവാനായിട്ട്. വേറെ എന്തെങ്കിലും വെച്ച് നിങ്ങൾ ആ ക്ലാസ് പഠിച്ചാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് വെച്ചിട്ട് വേണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ബൈബിൾ വായിച്ചു തുടങ്ങിയിട്ട് ബൈബിൾ വായിക്കണമെന്ന് എങ്ങനെ വായിക്കണമെന്ന് ഇവിടെ പഠിച്ചു നമ്മൾ ഇല്ല. ബൈബിൾ എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മുതൽ ബൈബിൾ എങ്ങനെ പഠിക്കണമെന്ന് പഠിച്ചു വന്നാൽ ഉൽപ്പത്തി വായിച്ച്, പുറപ്പാട് വായിച്ച്, ലേവ്യ വായിച്ച്, സംഖ്യ വായിച്ച്, ആവർത്തനമൊക്കെ വായിച്ച് ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ, ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം 28-ാം അധ്യായം വരെ എത്തിപ്പെടുമ്പോൾ നമ്മളവിടെ ഉടക്കി നിൽക്കും. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നത് എന്തൊക്കെയാ? ഏതാണ്ട് 4-ൽ 1 ഭാഗം മാത്രം അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി ഏതാണ്ട് 3 ഭാഗവും ശാപത്തെക്കുറിച്ച് പറയുന്ന ഭാഗ്യം. അത് നമുക്ക് വേണ്ട, അത് ഇഷ്ടമില്ല. നമുക്ക് അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന വാക്യം എടുക്കും. എന്താ? അകത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോയി അനുഗ്രഹിക്കപ്പെടും, വാലല്ല തലയാകും, എലിയല്ല പുലിയാകും എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കാനൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ നിൽക്കും. അതല്ല, ആ വെളിപ്പാട് പുസ്തകം അവസാനം വരുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം കിടക്കുന്നത്. നാം അവൻ്റെ മക്കളായി തീരുക. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് വായിക്കാനായിട്ട് ഇനി പഠിക്കുവാൻ. നിത്യത മുതൽ നിത്യത വരെയുള്ള ക്ലാസ് പഠിക്കുവാൻ. നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നതേ കേട്ടോ. ഒരു ഫൗണ്ടേഷൻ മാത്രം ഇടുകയാണ്. വീട് ഞാൻ പ്ലാമറൊക്കെ ആളായതുകൊണ്ട് പ്ലാമറിച്ച് കാണിച്ചെന്ന് വിചാരിച്ചേക്കരുത്. നോക്കിയേ, നിങ്ങളൊരു വീട് പണിയാൻ വിചാരിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. നിങ്ങൾ ഇന്ന് രാത്രി പറയുക, ഒരു വീട് പണിയാൻ തീരുമാനിച്ചു, ഭാര്യയും ഭർത്താവും മതി, നമുക്കൊരു വീട് പണിയാടി. നാളെ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എനിക്കൊരു 20 ലിറ്റർ എന്ത് പെയിൻ്റാണ്? ഏഷ്യൻ പെയിൻറ്റും അല്ലേ, കുറച്ച് ജനലും, 3 വാളിൻ്റെ ജനൽ 10 എണ്ണം, 2 വാളിൻ്റെ ജനൽ 8 എണ്ണം, 5-6 ഡോറുകളൊക്കെ പണിതൊക്കെ മേടിച്ച് വെച്ച് 50 ലിറ്റർ അല്ലെങ്കിൽ 100 ലിറ്റർ പെയിൻ്റൊക്കെ മേടിച്ച് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്ത് ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം നിങ്ങൾ ഒരു എഞ്ചിനീയറെ പോയി കാണും. ആദ്യം കണ്ടിട്ട് എന്ത് പറയും? നിങ്ങളുടെ മോഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയും. 2 ബെഡ്റൂം, സാമ്പത്തൊക്കെ നോക്കിയിട്ട് 2 ബെഡ്റൂം മതി എന്ന് പറയില്ലേ നമ്മളല്ലേ? 2 ബെഡ്റൂം അല്ലേ, ഒരടുക്കള. ഇപ്പോൾ 2 പേര്, ഭാര്യയും ഭർത്താവ് 2 ആയതുകൊണ്ട് 2 അടുക്കള 2 ബെഡ്റൂം വേണമെന്ന് പറയില്ല. അങ്ങനെയൊക്കെയാണ് ഇല്ല അല്ലേ? നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് എഞ്ചിനീയർ ഒരു പ്ലാനൊക്കെ വരച്ച് പലവട്ടം നോക്കി, നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട ശേഷം അതിൻ്റെ ഒരു എലിവേഷനൊക്കെ വരച്ച് അതും ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ രാവിലെ പോയിട്ട് 10 ലോഡ് കരിങ്കല് പോരട്ടെ, 5 ലോഡ് മെറ്റന് പോരട്ടെ എന്ന് പറയൂ നിങ്ങൾ? അല്ല, അങ്ങനെ ചെയ്താൽ മോഷണമായിത്തീരും. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഭവനം പണിയച്ചിട്ടിട്ട് പണി തുടങ്ങി അവസാനം ഇട്ടേച്ച് പോയാലോ അല്ലേ? ബാക്കി പറയില്ല. അത് അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ എത്ര ഉണ്ട്? എടി നിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുക, എത്ര കിട്ടുമതൊക്കെ നിന്റെ അമ്മായി, എൻ്റെ അമ്മായി ചൊല്ലുമ്പോൾ ചോദിക്കേണ്ടതൊക്കെ പറയല്ലേ? ചോദിക്കരുത് കേട്ടോ, ചോദിക്കരുത്, കർത്താവ് നിങ്ങൾക്ക് തരും അല്ലേ?
നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, അവിടെ നിന്ന് എത്ര കിട്ടും, നമ്മുടെ ബാങ്കിൽ എത്രയുണ്ട്, അല്ലേ, അവിടെ എത്രയുണ്ട്, സ്വരുക്കൂട്ടുകയാണ്. ബാക്കി പോരാത്തത് എന്ത് ചെയ്യും നിങ്ങൾ? അല്ല, ലോൺ എടുക്കും, നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ എടുക്കും, അല്ലേ. എന്നിട്ട് എഞ്ചിനീയർ പറഞ്ഞ 30 ലക്ഷമാണെങ്കിൽ വീടിനെങ്കിൽ 30 ലക്ഷം ഉള്ളായിരുന്നു കുഴപ്പമില്ല, അല്ലേ. ആ 30 ലക്ഷമാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ വീട് പണി ആരംഭിക്കുന്നത്, അല്ലേ. ഇതുപോലെ തന്നെ, അല്ലേ, ഇങ്ങനെ നോക്കിയേ, ഇതുപോലെ ആ പ്ലാനൊക്കെ വരച്ച് എല്ലാം മനോഹരമായിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എമൗണ്ട് ഉണ്ടാക്കി, എന്നിട്ടാണ് നമ്മൾ വീട് പണി ആരംഭിക്കുന്നത്, ആണല്ലോ. അല്ല, ബുദ്ധികേട് കാണിക്കത്തില്ല നമ്മളെന്നല്ലേ. അതുപോലെ തന്നെ ആ ദൈവം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ ഈ വാക്യം, യെശയ്യാ 46:10, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് അനാദിനിത്യത, പൂർവ്വകാല നിത്യത, അല്ലേ, അവിടെ വെച്ച് തന്നെ പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാൻ. എന്താ മേലാൽ സംഭവിപ്പാനുള്ളത്? പൂർവ്വകാലത്ത് തന്നെ പൂർവ്വകാല നിത്യത. സമയമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ദൂതന്മാരൊന്നുമില്ല. ആ പൂർവ്വകാല നിത്യതയിൽ ഏകനായിരിക്കുമ്പോൾ ഹൃദയത്തിൽ തോന്നിയ സ്വപ്നമല്ലേ, ആ നിത്യത പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത്. എന്താ മേലാൽ സംഭവിക്കാനുള്ളത്? അനന്ത നിത്യത, ഭാവികാല നിത്യത. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ വരെയുള്ള സകല കാര്യങ്ങളും പ്ലാനും, അല്ലേ, വീട് പണി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ്, അല്ലേ, അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ആരംഭത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. നമ്മളെപ്പോലെയല്ല കർത്താവ്, നമ്മുടെ അപ്പം നമ്മളെപ്പോലെയല്ല. നമ്മൾ, അല്ലേ, തുടങ്ങും, പിന്നെ എങ്ങോട്ട് പോകും, വീട് പണിയാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പിന്നെ കടം മേടിക്കാൻ തുടങ്ങും, അവിടെ പോകും ഇവിടെ പോകും. അങ്ങനെ അല്ല നമ്മുടെ കർത്താവ്, നമ്മുടെ സ്വർഗീയ പിതാവ് ആരംഭത്തിൽ തന്നെ എന്തായിരുന്നു ആരംഭത്തിൽ ഹൃദയത്തിലെ മോഹം? 3 സെന്റ് മേടിച്ചിട്ട് ഒരു 3 ബെഡ്റൂമുള്ള വീട് വെച്ച്, അല്ലേ, അടുക്കള പണിത്. അതാണോ പിതാവിൻ്റെ മോഹം? പിന്നെന്താ മോഹം? എനിക്കൊരു പറ്റം പുത്രിപുത്രന്മാർ വേണം. അപ്പോൾ അതിനാവശ്യമായ സകലതും, അവൻ ആവശ്യമായ ഭവനം പണിതു. ആദം ദൈവത്തിൻ്റെ മകൻ, അവൻ ആവശ്യമായൊരു ഭവനം പണിതു. ഏതാ വീട്? ആദമിൻ്റെ വീട് ഏതാ? ഈ ഭൂമി തന്നെയാ ആദമിൻ്റെ വീട്. ഓക്കെ, ഇതെന്നെ കറക്റ്റാ. അതിനുവേണ്ടിയാ ഭൂമി സൃഷ്ടിച്ചത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആരംഭത്തിൽ തന്നെ ദൈവം എല്ലാം അവസാനിപ്പിച്ചു. എന്നിട്ടാണ് ദൈവം എന്ത് തുടങ്ങിയത്? പ്രൊജക്റ്റ് ആരംഭിച്ചത്. നമ്മൾ വീട് പണിയുന്ന പോലെ, അല്ലേ? കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ വീട് പണിയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഞ്ചിനീയറെ കണ്ടു, പ്ലാൻ വരച്ചു, എസ്റ്റിമേറ്റ് ഇട്ടു, അതിനാവശ്യമായ പൈസകളൊക്കെ സ്വരുക്കൂട്ടി, ബാങ്കിൽ നിന്ന് ലോണെങ്കിൽ ലോണൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ വീട് പണി ആരംഭിക്കുന്നത് പോലെ തന്നെ ദൈവം തൻ്റെ പ്രൊജക്റ്റൊക്കെ എഴുതി, ഇവിടെ പറഞ്ഞ പോലെ തിരക്കഥാകൃത്തൊക്കെ ഉണ്ട്. ഇവിടെ തിരക്കഥയൊക്കെ എഴുതിയിട്ടാണ് ഷൂട്ടിങ്, അല്ലേ, ആരംഭിക്കുന്നത്. അല്ലാതെ ഒരു സിനിമ പിടിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണോ? അല്ല, അവസാനം കൃത്യമായി ചാർട്ട് ചെയ്തിട്ടാ അവർ സിനിമ പിടിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കഴിയുമ്പോൾ ഈ പുസ്തകത്തിലുള്ള കാര്യമായിരിക്കും സിനിമയിലുള്ളത്. അതുപോലെ തന്നെയാ നമ്മുടെ കയ്ക്കുന്ന പുസ്തകത്തിനകത്തുള്ളത് മാത്രമേ ഈ ഭൂമിക്കകത്ത് സംഭവിക്കുന്നുള്ളൂ, അല്ലാത്തതൊന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഈ പാർട്ടിയില്ലേ, അല്ലേ, ഇവിടെ ഭരിക്കാൻ കയറിയപ്പോൾ പെന്തക്കോസ്തുകാർ, ഞാൻ തമിഴ്നാട്ടിലെ കൂടി അന്നൊക്കെ അവിടെ നിൽക്കുമ്പോൾ 10-60 പേര് അടങ്ങുന്ന ഒരു പാസ്റ്റർമാരെ കൂട്ടം 21 days ഫാസ്റ്റിക്കുക. എന്താ പ്രാർത്ഥന അറിയാമോ? നെടുമ്പാട് വീട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈ പാർട്ടി കയറരുത്, കോടിങ്ങണ്ടല്ലേ, കുഴപ്പമില്ല, ഈ പാർട്ടി കയറരുതെന്നൊക്കെ പറയും പ്രാർത്ഥിക്കുക. എന്ത് ബോഷത്തമാത്ര പ്രാർത്ഥനയത്? ഈ ഭൂമിക്കകത്ത് ആര് കയറണം ആരിറങ്ങണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല തീരുമാനിക്കുന്നത്, അങ്ങ് സ്വർഗത്തിലുള്ള ആൾ തീരുമാനിക്കുന്നുണ്ട്. ഞാൻ എൻ്റെയും നിങ്ങളുടെയും അപ്പൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആര് ഭരിക്കണമെന്നും ആരിറങ്ങണമെന്നും തീരുമാനിക്കുന്നൊരു ദൈവം നമ്മുടെ അപ്പൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ കൊറോണ വരണം എന്ന് പറയും, കൊറോണ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. ആഴ്ച നമ്മുടെ കർത്താവാ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് വിപരീതമായ പ്രാർത്ഥനയാണ്. കൊറോണ പോട്ടെ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചത്. പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? കൊറോണ ദൈവം എന്തിനാണ് അയച്ചത്? പരീക്ഷ വേണ്ടി വരും, അല്ലേ? 2 കാര്യം എന്തൊക്കെയാ കൊറോണയുടെ പിന്നിൽ സംഭവിച്ചത്? പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഒന്ന് എന്താ? വിശ്വാസികളുടെ വിശ്വാസം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. എത്രയോ വിശ്വാസികൾ വീണ്ടും ദൈവവേല വിട്ട് പഴയ ജോലി, സെക്കുലർ ജോലിയിലേക്ക് കടന്നുപോയി. എത്രയോ ആൾക്കാർ വിശ്വാസം തള്ളിക്കളഞ്ഞ് വീണ്ടും പോയി. 2,
എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി സകല മനുഷ്യരുടെ ഡാറ്റകൾ ശേഖരിച്ച് ഒരുവൻ്റെ കയ്യിലേക്ക് പോയി. പഠിച്ചൊക്കെ മറന്നുപോയി ഇത്ര വേഗം. എതിർക്രിസ്തുവിൻ്റെ അന്തിക്രിസ്തു എന്ന് പറയാൻ പാടില്ല, എതിർക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ലോകത്തെ 800 കോടി മനുഷ്യരുടെ ഡാറ്റകൾ എങ്ങനെയാണ് പോയത്? വാക്സിൻ കുത്തിവെച്ചപ്പോൾ വാക്സിൻ്റെ അകത്ത് എന്തുണ്ട്? ബാർകോഡുണ്ട്. ആ ബാർകോഡിലൂടെ എൻ്റെ സകല മനുഷ്യരുടെ ഡാറ്റകൾ ശേഖരിച്ച് ഇപ്പോൾ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ, ലോകാരോഗ്യ സംഘടനയായ യൂറോപ്യൻ യൂണിയൻ അധികാരത്തിന് കീഴിലുള്ള ആ സംഘടനയിൽ പോയിരിക്കേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കേട്ട പോലെ ഇരിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സമയം കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ യഥാർത്ഥമായ ക്ലാസ് ആരംഭിക്കുക. നിത്യത മുതൽ നിത്യത വരെ ഗോഡ്സ് വർക്ക്സ് ബിഗാൻ തുടങ്ങാൻ പോകുന്നു അല്ലേ? അടുത്ത ആഴ്ച മുതൽ നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ് പഠിക്കും. ഇതുവരെ നമ്മൾ ഫൗണ്ടേഷൻ മാത്രം വിട്ടതാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ആകുന്നില്ല, ചെറിയ വേഗത്തിൽ ഞാൻ പറഞ്ഞു.